കഥ തുടരുന്നു. ടെസ കാതോർത്തു. മമ്മിയുടെ ബെഡ്റൂമിൽ നിന്നാണ് നിലവിളി കേട്ടത്. പ്രാണരക്ഷാർത്ഥമുള്ള നിലവിളിയാണത്. അടഞ്ഞുകിടന്ന വാതിലിന് നേരെ ടെസ ഓടിച്ചെന്നു. മമ്മി, മമ്മി! അവൾ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് ശക്തിയായി തിരിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്നു. മുറിയിലെ നേർത്ത വെളിച്ചത്തിലേക്ക് അവൾ തുറച്ചു നോക്കി. ബെഡിന് കുറുകെ കിടന്ന് പുളയുന്ന മമ്മി. അടുത്തു നിന്ന സക്രിയ മമ്മിയുടെ കയ്യിൽ കുത്തിക്കയറ്റിയ സിറിഞ്ച് വലിച്ചെടുക്കുന്നു. മമ്മി എന്താ കരഞ്ഞത്? അവൾ അടുത്തു ചെന്നു. മമ്മിയുടെ കിതപ്പടങ്ങി നിശ്ചലയാകുന്നത് ടെസ കണ്ടു. ഇവളിപ്പോഴെങ്ങനെയാ? സക്രിയ ടെസയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വിവാഹത്തിന് ശേഷം പലപ്പോഴും വയലൻ്റ് ആകുന്നു. ബന്ധുക്കളൊക്കെ പിണങ്ങിയെന്ന് പറയാറുണ്ട്. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നാ കുത്തിവെച്ചത്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശരിയാകും. ഞാൻ മമ്മിയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കട്ടെ? അവൾ സക്രിയയുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട വേണ്ട, നീ നിന്റെ മുറിയിൽ പോയിക്കോ, അയാൾ തെല്ല് പരുഷമായി പറഞ്ഞു. അവൾ മമ്മിയെ നോക്കി. റോസിലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇനി രാവിലെ ഉണരുകയുള്ളൂ, പോയിക്കോ. ടെസ പുറത്തിറങ്ങിയപ്പോൾ സക്രിയ വാതിലടച്ചു. പിറ്റേന്ന് സക്രിയ ഓഫീസിൽ പോയി കഴിഞ്ഞ് ടെസ റോസ്ലിനുമായി സംസാരിച്ചു. എനിക്ക് തെറ്റിപ്പോയി മോളെ. മഹാ അപരാധമാണ് ഞാൻ ചെയ്തത്. ഇയാൾ ചതിയനും ദുഷ്ടനുമാ. റോസ്ലിൻ കരഞ്ഞുപോയി. വാ മമ്മി, നമുക്കൊന്ന് പുറത്തേക്കിറങ്ങാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ടെസ പറഞ്ഞു. അവർ മുറ്റത്തിറങ്ങി നടന്നു. പറമ്പിൽ പൂത്തു നിൽക്കുന്ന നാട്ടുമാവിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ടെസ ചോദിച്ചു, മമ്മിക്ക് എന്താ പറ്റിയത്? ഇന്നലെ എന്താ സംഭവിച്ചത്? അയാൾ എന്നെ തല്ലി ചതച്ചു മോളെ. എന്തായിരുന്നു കാര്യം? ഞങ്ങൾ 1 മാസത്തെ ടൂർ പോയപ്പോൾ തുടങ്ങിയതാ. ഒരാഴ്ച ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു ഹോട്ടലിലെ കോട്ടേജിൽ താമസിച്ചു. അയാൾ എന്നെയും കുട്ടി ബാറിൽ പോയി നിർബന്ധിച്ച് കുടിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഗേൾ ഫ്രണ്ട്സ് ചുറ്റും വന്നിരുന്നു. ടെസ അമ്പരപ്പോടെ കേട്ടിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും വരുന്നൊരു ബാറ്. വിശാലമായ ഹാളാണ്. ടി വിയിൽ ഒരു മെക്സിക്കൻ യുവതി ബക്കറ്റ് തുറന്നു വെച്ചതുപോലെ വായ് പൊളിച്ച് പാടുന്നു. ഓർഡർ എടുക്കുന്നതും സർവീസ് ചെയ്യുന്നതും ഫ്രോക്ക് ധരിച്ച ഫിലിപ്പിനോ പെൺകുട്ടികളാണ്. ഒരു മേശയ്ക്ക് ഇരുവശത്തും അഭിമുഖമായാണ് സക്രിയയും റോസലിനും ഇരുന്നത്. ഒരു പെൺകുട്ടി അവർക്ക് ഓരോ ഗ്ലാസ് വോഡ്ക കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അതിൽ മുങ്ങിക്കിടക്കുന്ന പച്ചമുളക്, ഗ്ലാസിന് മുകളിൽ മുറിച്ച നാരങ്ങ. എനിക്ക് വേണ്ട, റോസലിൻ പറഞ്ഞു. നീ പ്ലാന്റർ തോമസിൻ്റെ കൂടെ പാർട്ടിക്ക് പോയിട്ടുള്ളപ്പോൾ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ റോസലിനെ, സക്രിയ പ്രേമപൂർവ്വം പറഞ്ഞു. ഇത് നമ്മുടെ ഹണിമൂണാണ്. എൻജോയ് ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? റോസലിൻ അയാളെ നോക്കി. നമ്മളൊക്കെ പ്രായം പകുതി കഴിഞ്ഞവരാണ്. ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. സന്തോഷിക്കുക, ആഹ്ലാദിക്കുക റോസലിനെ. അയാൾ ഗ്ലാസ് എടുത്ത് അവളുടെ ഗ്ലാസ്സിൽ മുട്ടിച്ചു. ചിയേഴ്സ്. അയാൾക്കൊപ്പം റോസലിനെ കുടിച്ചു. ഓരോ ഡ്രിങ്ക് കൂടി വന്നു. അത് ലഹരിയുടെ ഒരു അനുഭൂതി തരുന്നുണ്ടെന്ന് റോസലിന് തോന്നി. സക്രിയയുടെ ഇരുവശത്തുമായി അപ്പോൾ 2 സ്ത്രീകൾ വന്നിരുന്നു. അവർ അയാളെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു. അവരെ കണ്ടപ്പോൾ സക്രിയയും ഉത്സാഹത്തിലായി. റോസലിൻ താൻ അപമാനിതയായതുപോലെ തോന്നി. സക്രിയയുടെ പുതിയ ഗേൾഫ്രണ്ടാണോ? ഒരുത്തി റോസലിനെ നോക്കി ചോദിച്ചു. സക്രിയ ഉടൻ ഇടപെട്ടു. യെസ്. എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ? അതെ, ഗ്രാമീണ സുന്ദരി, ഒരാൾ പറഞ്ഞു. ഇരുവരും ചിരിച്ചു. ഹലോ, ഒരുത്തി റോസലിൻ്റെ കയ്യിൽ പിടിച്ചു. പ്ലാന്റർ സക്രിയ ഞങ്ങളുടെ ഫ്രണ്ടാ. മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഒത്തുകൂടാറുണ്ട്. സക്രിയ സർവീസ് ഗേളിനെ വിളിച്ച് അവർക്ക് മദ്യം ഓർഡർ ചെയ്തു. ബാറിൽ നിന്നിറങ്ങിയപ്പോൾ ആ സ്ത്രീകളും അവരുടെ കോട്ടേജിലേക്ക് വന്നു. ഇരുവരും പാട്ടുപാടി ഡാൻസ് ചെയ്തു. പോകാൻ നേരം ചെറുപ്പക്കാരി റോസലിനോട് പറഞ്ഞു, ഞങ്ങൾ തൊട്ടടുത്ത കോട്ടേജിലാ, അങ്ങോട്ടും വരാം. അവർ പോയി. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു റോസലിന്. ഇതൊക്കെ സക്രിയയുടെ സ്ഥിരം പരിപാടിയാണെന്ന് ഉറപ്പായി. രാത്രിയിൽ റോസലിൻ വെള്ളം കുടിക്കാനായി ഉണർന്നു. വോഡ്കയുടെ ലഹരിയിൽ തൊണ്ട വരണ്ടു പോയിരുന്നു. ബെഡിൽ സക്രിയയെ കണ്ടില്ല. പുറത്തിറങ്ങി നോക്കി. ആ സ്ത്രീകളുടെ കോട്ടേജിൽ നിന്ന് പാട്ട് കേൾക്കാം. ഡ്രം ബീറ്റുകളുടെ മുഴക്കം. റോസലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടേക്ക് ചെന്ന് വാതിലിൽ തള്ളി. അത് തുറന്നു. ആ സ്ത്രീകളുടെ കൂടെ കൂത്താടുന്ന സക്രിയ. അവളെ കണ്ടെങ്കിലും അത് ഭാവിക്കാതെ അവർ ഉറയ്ക്കാത്ത കാലുകൾ കൊണ്ട് പാട്ടിനനുസരിച്ച് തുള്ളിച്ചാടുകയാണ്. റോസലിൻ മുന്നോട്ട് ചെന്ന് അയാളുടെ കോളറിൽ പിടിച്ചു വലിച്ചു. മ്യൂസിക് നിന്നു. ഡാൻസ് നിന്നു. ഇതിനാണോ നിങ്ങൾ ഹണിമൂണാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? റോസലിൻ അയാളുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചു. നീയും കൂടിക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞത്? അയാൾ പറഞ്ഞു. സക്രിയ, എന്നോട് മര്യാദയ്ക്ക് പെരുമാറണം. ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? അത് മറക്കരുത്. റോസലിൻ്റെ ശബ്ദം കനത്തു. അയാൾ കൈകൾ വിടർത്തി അവളുടെ ഇരുകരണത്തും ഒറ്റയടി. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോടേ പുല്ലേ? 2 കരണത്തും ഒന്നിച്ച് അടി കിട്ടിയപ്പോൾ തലച്ചോറ് മുകളിലേക്ക് ചിതറിത്തെറിച്ചതുപോലെ റോസലിന് തോന്നി. അയാൾ കോട്ടേജിലേക്ക് വലിച്ചു കൊണ്ടു പോകുന്നതും ബെഡിലേക്ക് എറിയുന്നതും അർദ്ധബോധാവസ്ഥയിൽ അവൾ അറിഞ്ഞു. കൈമടക്കിൽ എന്തോ കയറുന്ന വേദനയുണ്ടായപ്പോൾ റോസലിൻ തല ഉയർത്തി. സക്രിയ സിറിഞ്ചിലെ സൂചി കയ്യിൽ നിന്ന് ഊരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അടിമയാ നീ. ഞാൻ പറയുന്നത് അനുസരിച്ചോണം, ഇല്ലെങ്കിൽ. അയാൾ പല്ലുകടിച്ചു. പ്ലാന്റർ തോമസിനെ അടക്കിയ കല്ലറയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കേണ്ടി വരും. റോസലിൻ മയങ്ങിപ്പോയി. മമ്മിയെ നോക്കിയിരുന്ന ടെസയ്ക്ക് തൻ്റെ ശ്വാസം നിലച്ചു പോയതായി തോന്നി. തൊടിയിലെ കൽബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു അവർ. ബംഗ്ലാവിലെ പാതി തുറന്ന ജനലിലൂടെ ഒരു സ്ത്രീ നോക്കുന്നത് ടെസ കണ്ടു. അവൾ അങ്ങോട്ട് ചെന്നു. ആരാ നിങ്ങൾ? എന്തിനാ ഒളിച്ചു നിന്ന് നോക്കുന്നത്? ടെസ അവളോട് കയർത്തു. ഒന്നുമില്ല മാഡം, ഞാൻ ലാലിയ, പുതിയ സെർവൻ്റാ.
അവൾ തിരിഞ്ഞ് ചോദ്യഭാവത്തിൽ മമ്മിയെ നോക്കി. അയാൾ ഇവിടുത്തെ പകുതി ജോലിക്കാരെയും മാറ്റി മോളെ. എല്ലാം അയാളുടെ ആളുകളാ, റോസ്ലിൻ പറഞ്ഞു. മേലിൽ ഇവിടെ വന്ന് ഒളിഞ്ഞു നിൽക്കരുത്, മനസ്സിലായോ? ടെസ കർക്കശ സ്വരത്തിൽ ലാലിയോട് പറഞ്ഞു. ശരി മോളെ. അവർ പോയി. ഗേറ്റിൽ കാറിൻ്റെ ഹോണടി. പുതിയ സെക്യൂരിറ്റി ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ബെൻസ് കാർ പോർച്ചിൽ വന്നു നിന്നു. സക്രിയ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. വിക്ടർ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി. ടെസയെ കണ്ട് അയാൾ അടുത്തേക്ക് വന്നു. റോസ്ലിൻ സക്രിയയുടെ പിന്നാലെ പോയി. ടെസയെ ഓഫീസിലേക്ക് കാണുന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണ്ടേ? ടെസ അയാളെ നോക്കി. വിക്ടറിന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതിൽ പല അർത്ഥങ്ങളും ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. വിക്ടറെ, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? വിക്ടർ അവളെ നോക്കി. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാമോ? വിക്ടർ ആലോചിക്കാൻ 2-3 മിനിറ്റ് എടുത്തു. അയാൾ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ വരാന്തയിൽ നിന്ന് സക്രിയയെ വിളിച്ചു. ടെസ. ടെസയും വിക്ടറും അവിടേക്ക് ചെന്നു. നാളത്തെ പ്രത്യേകത എന്താണെന്ന് മോൾക്കറിയാമോ? അടുത്ത് ചെന്നപ്പോൾ സക്രിയ ചോദിച്ചു. റോസ്ലിനും കൂടെയുണ്ട്. ടെസ ആലോചിച്ചു. മോളുടെ ബർത്ത്ഡേ, സക്രിയ പറഞ്ഞു. തൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ അത് മറന്നു. എല്ലാ വർഷവും ബർത്ത്ഡേ തന്നെ ഓർമ്മിപ്പിക്കുന്നത് പപ്പായാണ്. ഇത്തവണ സക്രിയ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. മമ്മി കയ്യിലിരിക്കുന്ന ഹെൻറിയെ തഴുകിക്കൊണ്ട് തന്നെ നോക്കുന്നു. അഡ്വാൻസായി ഹാപ്പി ബർത്ത്ഡേ, വിക്ടർ ടെസയോട് പറഞ്ഞു. നാളെ നമുക്ക് ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുണ്ട്. എനിക്ക് മക്കളില്ല, ടെസ മോള് മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടുകാർ മാത്രം മതി. മോടെ 23rd ബർത്ത്ഡേ, സക്രിയ പറഞ്ഞു. ടെസ ശിരസിളക്കി. പിറ്റേന്ന് രാവിലെ റോസ്ലിനും ടെസയും സക്രിയയും പള്ളിയിൽ പോയി. പപ്പായുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. വൈകിട്ട് ഹാൾ അലങ്കരിച്ചു. 8 മണിയായപ്പോൾ സക്രിയയും ഇൻസ്പെക്ടർ ബൽറാമും ആൻസിലെ വലിയൊരു കേക്കുമായി വന്നു. എന്താ മമ്മി ഇതൊക്കെ? ടെസ റോസ്ലിനോട് ചോദിച്ചു. സക്രിയ മാനസാന്തരപ്പെട്ടോ? എനിക്കറിയില്ല മോളെ. അലങ്കരിച്ച മേശപ്പുറത്ത് ടെസയുടെ പേരെഴുതിയ വലിയ കേക്ക് വച്ചു. 23 മെഴുകുതിരികൾ കത്തി. കേക്ക് മുറിക്കുന്നതിന് മുമ്പ് സക്രിയ ടെസയെ മേശക്കരികിലേക്ക് കൊണ്ടുപോയി. മടക്കിയ ഒരു പേപ്പർ മേശപ്പുറത്ത് വെച്ച് അയാൾ പേന അവളുടെ കയ്യിൽ കൊടുത്തു. മോള് ഇതിലൊന്ന് ഒപ്പിട്. അതെന്തിനാ? എല്ലാ വർഷവും പപ്പ മോൾക്കൊരു വിലപിടിച്ച ഗിഫ്റ്റ് തരില്ലായിരുന്നോ? ഞാനും മോൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുക. മോളത് സ്വീകരിച്ചതിൻ്റെ ഒപ്പാണിത്, സക്രിയ പറഞ്ഞു. അവൾ ഒപ്പിടാൻ തുടങ്ങിയപ്പോൾ കടലാസ് പറന്ന് താഴെ വീണു. പെട്ടെന്ന് അവൾ അത് കുനിഞ്ഞെടുത്തു. സക്രിയ അത് പിടിച്ചെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ടെസ അയാളെ നോക്കി ചിരിച്ചു. അയാൾ ആംഗ്യം കാണിച്ചു. ടെസ ഒപ്പിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളത് പോക്കറ്റിൽ തിരുകി. ഇനി കേക്ക് മുറിക്ക്. അവൾ കത്തിയെടുത്ത് എല്ലാവരെയും നോക്കി. മമ്മി, സക്രിയ, ബൽറാം, വിക്ടർ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ടെസ, സക്രിയ കൈയടിച്ചു പാടി. കൂടെ മറ്റുള്ളവരും. അവൾ കേക്ക് മുറിച്ച് സക്രിയയ്ക്ക് കൊടുത്തു. അയാൾ ടെസയ്ക്കും. ടെസ കേക്ക് മമ്മിയുടെ വായിൽ വെച്ച് കൊടുത്തു. എല്ലാവരും കേക്ക് കഴിച്ചു. വണ്ടർഫുൾ കേക്ക്, ടെസ പറഞ്ഞു. സക്രിയ ഒരു പാക്കറ്റ് തുറന്നു ഓരോ കാൻ സ്ട്രോബെറി ജ്യൂസ് തുറന്ന് എല്ലാവർക്കും കൊടുത്തു. ഒന്ന് ടെസയ്ക്കും കൊടുത്തു. ടെസ കേക്ക് ഇറക്കി കഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ ഉയർത്തി. ഇത് നമുക്ക് പാതി കുടിക്കാം. പകുതി അങ്കിൾ കുടിക്കേ, ബാക്കി പകുതി ഞാൻ കുടിക്കാം. എനിക്ക് വേറെയുണ്ടല്ലോ, മോൾ കുടിക്കേ. ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ലേ? അങ്കിളാണ് എനിക്ക് സർപ്രൈസ് ഉണ്ടാക്കിയത്. വി വിൽ ഷെയർ ഇറ്റ്. ഒരു സിപ്പായാലും മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സക്രിയ അത് തള്ളി മാറ്റി. ടെസ ജ്യൂസ് അയാളുടെ മുഖത്തേക്ക് ഒഴിച്ചു. എല്ലാവരും നടുങ്ങിപ്പോയി. സക്രിയയുടെ മുഖത്തുകൂടി രക്തം പോലെ കൊഴുത്ത സ്ട്രോബെറി ജ്യൂസ് ഒഴുകി. അയാളത് കൈകൊണ്ട് തുടച്ചു. താഴെ വീണ ജ്യൂസ് ഹെൻറി വന്ന് നക്കി തുടച്ചു. ആ കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വായിക്കാനായി മനഃപൂർവ്വം താഴെ ഇട്ടതായിരുന്നു, ടെസ ആക്രോശിച്ചു. എനിക്ക് ജീവിതം അടുത്തു. എൻ്റെ സ്വന്തം ഇഷ്ടത്താലേ ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്, ടെസ തോമസ് എന്ന് എൻ്റെ പോലുള്ള കൈയക്ഷരത്തിൽ ആരെക്കൊണ്ടോ എഴുതിപ്പിച്ചിരിക്കുന്നു. എനിക്ക് തരുന്ന വിലമതിക്കാനാവാത്ത സമ്മാനം. ശരിയല്ലേടോ സക്രിയ? എന്നെ കൊല്ലാനുണ്ടാക്കിയ ബർത്ത്ഡേ പാർട്ടി. ടെസ നിന്ന് വിറച്ചു. റോസിലിൻ തരിച്ച് മരവിച്ചു നിന്നു. താഴെ ഒരു പിടച്ചിൽ. വെളുത്ത പൂച്ച ഹെൻറി തറയിൽ ചത്തുകിടക്കുന്നു. കണ്ടോ? ടെസയ്ക്ക് പകരമാ അത് ചത്തത്, ടെസ കഴിച്ചുകൊണ്ടി. സക്രിയ കൈ നിവർത്തി ഒരടി. കരണം പുകഞ്ഞ് തലക്കറങ്ങി ടെസ താഴെ വീണു. സക്രിയ കൊല്ലാൻ തീരുമാനിച്ചാൽ കൊല്ലുമടി. അയാൾ പിസ്റ്റൾ എടുത്തതും വെടിവെച്ചതും ഒപ്പമായിരുന്നു. തുടരെ തുടരെ വെടിപൊട്ടി. ബംഗ്ലാവ് നടുങ്ങി. ഗ്രാനൈറ്റ് സ്ലാബുകൾ പൊട്ടിച്ചിതറി. ടെസ അതിനിടയിൽ കിടന്ന് പിടഞ്ഞു. ടെസയുടെ ചുറ്റും വെടിയുണ്ടകൾ ചിതറിത്തെറിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടന്നു പിടഞ്ഞു. റോസ്ലിൻ കുതിച്ചു ചെന്ന് സക്രിയയെ തടഞ്ഞു. എൻ്റെ മോളെ കൊല്ലല്ലേ? സക്രിയ നിശ്ചലം നിന്നു. എന്നോട് കൽപ്പിക്കാറായോടി നീ? അയാൾ റോസ്ലിൻ്റെ നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്നെ കൊന്നോ? എൻ്റെ മോളെ കൊല്ലരുത്. ആ പെറ്റമ്മയുടെ ഹൃദയം പിടഞ്ഞു. എടി, സക്രിയ കോപം കൊണ്ട് വിറച്ചു. അയാൾ തോക്ക് തറയിലേക്ക് ചൂണ്ടി ട്രിഗർ വലിച്ചു. അത് പൊട്ടിയില്ല. വെടിയുണ്ടകൾ തീർന്നിരുന്നു. സക്രിയ ദേഷ്യത്തോടെ തോക്ക് വലിച്ചെറിഞ്ഞു. തറയിൽ ചത്തുകിടന്ന പൂച്ചയെ തൊഴിച്ച് തെറിപ്പിച്ചു. അറ്റത്തെ വാതിലുകളിൽ നിന്ന് എത്തിനോക്കിയ വേലക്കാരികൾ അയാളുടെ നോട്ടം കണ്ട് ഭയന്നു പിൻവലിഞ്ഞു. റോസ്ലിൻ ചെന്ന് ടെസയെ പിടിച്ചുയർത്തി. അവൾക്ക് വെടിയേറ്റിട്ടില്ലെന്നത് റോസ്ലിനെ അത്ഭുതപ്പെടുത്തി. ദേഹം വിറയ്ക്കുന്നുണ്ടെങ്കിലും ടെസ നിവർന്നു നിന്ന് സക്രിയയെ നോക്കി. പിന്നെ വിക്ടറെയും ബൽറാമിനെയും. അവൾ മമ്മിയുടെ കൈ പിടിവെച്ച് സക്രിയയുടെ മുന്നിലേക്ക് ചുവട് വെച്ചു. താനെന്താ എന്നെ കൊല്ലാതിരുന്നത്? സക്രിയയുടെ കണ്ണുകളിൽ നോക്കി ടെസ ചോദിച്ചു.
ഉന്നം തെറ്റിയതല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വാങ്ങിയിട്ട് വിഷം തന്നു കൊല്ലാൻ ശ്രമിച്ച താൻ എന്നെ തൊട്ടടുത്ത് കിട്ടിയിട്ടും എന്താ വെടിവെച്ച് കൊല്ലാതിരുന്നത്? സക്രിയ ഇരുമുഷ്ടികളും ചുരുട്ടി ഞെരിച്ചു. ഒറ്റയടിക്ക് അയാൾ അവളുടെ തല തകർക്കുമെന്ന് റോസിലിന് തോന്നി. അവൾ മകളെ പിടിച്ച് പിന്നോട്ട് വലിച്ചു. ടെസ കുതിരെ മാറിക്കൊണ്ട് അയാളോട് പറഞ്ഞു, മരിക്കാനുള്ള എൻ്റെ പേടിയൊക്കെ ഇപ്പോൾ പോയി. പക്ഷേ താൻ കൊല്ലുമെന്ന് എനിക്കറിയാം. എന്നാൽ അതിനു മുമ്പ് തന്നെ ഞാൻ കൊല്ലും. അവൾ സക്രിയയുടെ നേരെ കൈ ചൂണ്ടി. അയാളുടെ മുഖത്തെ പേശികൾ വിറച്ചു. റോസിലിൻ്റെ മുഖം മിളറിപ്പോയി. സക്രിയ ഇപ്പോഴവളെ ആക്രമിക്കുമെന്ന് വിക്ടറിന് ഉറപ്പായി. സക്രിയ ഒരു സൂചന തന്നാൽ അവളുടെ ശിരസ് പിടിച്ച് തിരിച്ചു കൊല്ലാനായി ബൽറാമിൻ്റെ കൈകൾ തരിച്ചു. അയാൾ കൈകൾ കൂട്ടിഞ്ഞരിച്ചു. സക്രിയ പോക്കറ്റിൽ നിന്ന് ടെസയുടെ ഒപ്പ് വാങ്ങിയ ആത്മഹത്യക്കുറിപ്പെടുത്ത് കുനുകുനെ കീറി. പിന്നെ അത് ദേഷ്യം തീർക്കുന്നത് പോലെ വലിച്ചെറിഞ്ഞു. ദഹിപ്പിക്കുന്നത് പോലെ അയാൾ ടെസയെ നോക്കി. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവൾക്ക് യാതൊരു കൂസലും കണ്ടില്ല. സക്രിയ നേരെ പ്ലാന്റർ തോമസിൻ്റെ ബാർ റൂമിലേക്ക് പോയി. റോസ്ലിൻ ടെസയെ മുറിയിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. മകളുടെ മുടിയിൽ തലോടിക്കൊണ്ട് റോസ്ലിൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ ടെസ എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നു. ജോലിക്കാർ അവിടെ ക്ലീനാക്കുകയാണ്. ബാറിൻ്റെ വാതിൽക്കൽ ചെന്ന് അവൾ കാത്തുനിന്നു. ഇൻസ്പെക്ടർ ബൽറാം 3 ഗ്ലാസുകളിലേക്ക് ചൈനീസ് ഹാപ്പ കോക്കനട്ട് വോഡ്ക പകരുകയായിരുന്നു. സക്രിയ സിഗരറ്റ് വലിച്ചു പുകവിട്ടു. വിക്ടർ ഒരു കസേരയിൽ ചാരി നിൽക്കുന്നു. അത്രയും വെടിവെച്ചിട്ടും തനിക്കൊരു ഉണ്ട പോലും കൊള്ളിക്കാൻ പറ്റിയില്ലല്ലോ സക്രിയ. പിന്നെ നിങ്ങളെന്തിനാ ഈ തോക്കുമായി നടക്കുന്നത്? ബൽറാം ഗ്ലാസ് സക്രിയയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. ഞാൻ മനഃപൂർവ്വം കൊള്ളിക്കാത്തതാണെന്ന് അവൾക്കും മനസ്സിലായി. തനിക്കെന്താ മനസ്സിലാകാത്തത്? സക്രിയ രോഷത്തോടെ ബൽറാമിനെ നോക്കി. ടെസയെ വെടിവെച്ച് മുറിവേൽപ്പിക്കാം, കൊല്ലാം. രണ്ടായാലും പോലീസ് അറിയും. കൊലപാതകം അന്വേഷിക്കുന്നത് താനല്ല, സർക്കിൾ ഇൻസ്പെക്ടറാണ്. പ്ലാന്റർ തോമസിൻ്റെ മകളുടെ നേരെ കൊലപാതക ശ്രമം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അവളുടെ ബന്ധുക്കൾ മുഴുവൻ ഇടപെടും. എൻ്റെ കയ്യിലൊതുങ്ങൂല. ഞാൻ അകത്താകും, ഒപ്പം നിങ്ങളും. ബൽറാം ഒന്ന് ഞെട്ടി. വിക്ടർ നിർവികാരനായി നിൽക്കുന്നത് ടെസ കണ്ടു. സക്രിയ ഗ്ലാസ് എടുത്ത് പകുതി കുടിച്ചു. അവളെ ഭയപ്പെടുത്തി മരിക്കാമെന്നാണ് ഞാൻ കരുതിയത്. കൊമ്പനാനയെ ഒരു തോട്ടിയുടെ മുന്നിൽ നിർത്തുന്നത് പോലെ. പക്ഷേ അവൾ പ്ലാന്റർ തോമസിൻ്റെ വിത്ത. അവളെന്നെ ഭീഷണിപ്പെടുത്തിയത് കണ്ടില്ലേ? എൻ്റെ ശത്രു അവളാ. അവളെ ഞാൻ കൊല്ലും. അത് അവൾക്കും അറിയാം. വിക്ടർ ഗ്ലാസ് എടുത്ത് ചുണ്ടിൽ മുട്ടിച്ചെങ്കിലും കുടിച്ചില്ല. അല്പം തുറന്നു കിടക്കുന്ന വാതിലിനപ്പുറത്ത് ഒരു ചലനം കണ്ടു. ബൽറാം തൻ്റെ ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചതിന് ശേഷം ചുണ്ടു തുറച്ചു. ചൈനീസ് വോഡ്ക അയാളുടെ സിരകളെ കത്തിച്ചു. എടോ സക്രിയ, ഇത്ര സുന്ദരിയായ ഒരു പെൺകൊഞ്ചിനെ വെറുതെ കൊന്നു കളയണോടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. വിക്ടർ ബൽറാമിനെ വെറുപ്പോടെ നോക്കി. താൻ അവളുടെ നേരെ തുടരെ വെടിയുണ്ട പായിച്ചപ്പോൾ എൻ്റെ മനസ്സ് തകർന്നുപോയി. ബൽറാം പറഞ്ഞു. വേണ്ട, ടെസയുടെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട. സക്രിയ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം കൂടി കുടിച്ചു തീർത്തു. വിക്ടർ വാതിക്കലേക്ക് ചെന്ന് പെട്ടെന്ന് തുറന്നു. പിന്നോട്ട് മാറി നടുങ്ങി നിൽക്കുന്ന ടെസയെ അയാൾ കണ്ടു. അയാളെ ദഹിപ്പിക്കുന്ന മട്ടിൽ ഒന്ന് നോക്കിയിട്ട് അവൾ തിരിച്ചു നടന്നു. പിറ്റേന്ന് ടെസ പുന്നൂസ് കൊച്ചപ്പനെ വിളിക്കാനായി മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ അതവിടെയില്ല. അവൾ മമ്മിയുടെ മുറിയിലേക്ക് ചെന്നു. മമ്മി, എൻ്റെ ഫോൺ എടുത്തോ? ഇല്ല. പിന്നെ അത് ആരെടുത്തു? എനിക്ക് അത്യാവശ്യമായി ചില കോളുകൾ ചെയ്യണമായിരുന്നു. മോളെ, ഈ വീട്ടിൽ ഒരു മൊബൈൽ ഫോനുമില്ല. എല്ലാം സക്രിയ കൊണ്ടുപോയി. എന്തിന്? നമ്മൾ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ. ടെസ ചെന്ന് ലാൻഡ് ഫോൺ എടുത്തു. അതും കട്ട് ചെയ്തിരിക്കുകയാണ്. ടെസ വേഗം കാറെടുത്ത് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ ഗേറ്റിൽ വാച്ചർ കാർ തടഞ്ഞു. മാഡം, ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അതെന്താ? സാർ അങ്ങനെയേ പറഞ്ഞിരിക്കുന്നത്. എടോ, എൻ്റെ വീടാ ഇത്. എനിക്ക് എൻ്റെ വീട്ടിൽ വരാനും പോകാനും തൻ്റെ അനുവാദം വേണോ? മര്യാദയ്ക്ക് ഗേറ്റ് തുറക്കടോ, അല്ലെങ്കിൽ താൻ അടി വാങ്ങിക്കും. ടെസ നിയന്ത്രണം വിട്ട് അലറി. വാച്ചർ ശാന്തനായി പറഞ്ഞു. മാഡം തല്ലിക്കോ, പക്ഷേ സാറ് പറയാതെ ഞാൻ ഗേറ്റ് തുറക്കില്ല. അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ടെസയ്ക്ക് മനസ്സിലായി. അവൾ കാർ തിരിച്ച് പോർച്ചിൽ കൊണ്ടുപോയി ഇട്ടു. പൂമുഖത്ത് റോസ്ലിൻ നിൽക്കുന്നുണ്ടായിരുന്നു. തൃപ്തിയായില്ലോ നിങ്ങൾക്ക്? ടെസ വിറച്ചുകൊണ്ട് ചോദിച്ചു. റോസ്ലിൻ കണ്ണിമയ്ക്കാതെ മകളെ നോക്കി നിന്നു. പപ്പായെ കൊന്നില്ലേ? അതുപോലെ എന്നെയും കൂടി അങ്ങ് കൊന്നതാ. മോളെ, മമ്മിക്ക് തെറ്റുപറ്റി. അതിനെങ്ങനെ പരിഹാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. റോസ്ലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോൾ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. അത്രയേ ഈ മമ്മിക്ക് പറയാൻ പറ്റുള്ളൂ. ടെസ മുറിയിലേക്ക് പോയി കിടന്നു. കരച്ചിൽ വന്നില്ല. മുന്നിൽ ഇരുട്ടാണ്. സക്രിയ തന്നെ കൊല്ലും. അതിനു മുമ്പ് അയാളെ കൊല്ലണം. പക്ഷേ 1 മാസമായിട്ടും സക്രിയ അവളുടെ മുന്നിൽ വന്നില്ല. ആഴ്ചയിലൊരിക്കൽ വിക്ടർ വന്ന് മമ്മിയെ യൂദാശ്രീയുടെ പള്ളിയിൽ കൊണ്ടുപോകും. അപ്പോഴൊക്കെ അവനുമായി സംസാരിക്കാൻ ടെസ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിക്ടർ മുഖം തന്നിട്ടില്ല. ഒരു ദിവസം മമ്മിയുമായി പള്ളിയിൽ പോയി വന്നപ്പോൾ വിക്ടർ ബംഗ്ലാവിൻ്റെ ടെറസിലേക്ക് പോയി. തന്നോട് ചെല്ലാൻ ആംഗ്യം കാണിച്ചതുപോലെ ടെസയ്ക്ക് തോന്നി. അവൾ ചെന്നപ്പോൾ അയാൾ ഒരു സിഗരറ്റ് കത്തിച്ച് പുകയെടുക്കുകയാണ്. എന്താ വിക്ടറെ, നിനക്കെന്തോ ടെൻഷനുള്ളതുപോലെ? എന്തു പറ്റി? വിക്ടർ ആദ്യം കാണുന്നതുപോലെ ടെസയുടെ മുഖത്തേക്ക് നോക്കി. എന്താ വിക്ടറെ? അവൾ വീണ്ടും തിരക്കി. ഈ ആഴ്ച സക്രിയ നിന്നെ കൊല്ലും.
ടെസയുടെ ഉള്ളിൽ കത്തിയ നെരിപ്പോട് മറിഞ്ഞു വീണതുപോലെ ഒരു നടുക്കമുണ്ടായി. അത് അവളുടെ മുഖത്തേക്ക് പടരുന്നത് വിക്ടർ കണ്ടു. അവൾ തളരുകയാണ്. അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ നിനക്ക് എന്നെ രക്ഷിക്കാമോ എന്ന്? ടെസ മിഴികൾ ഉയർത്തി അയാളെ നോക്കി. ടെസയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ? ടെസയുടെ കണ്ണുകളിൽ പ്രകാശത്തിൻ്റെ മിന്നലാട്ടമുണ്ടായി. വിക്ടർ എന്നെ എവിടേക്ക് കൊണ്ടുപോകും? എവിടേക്കെന്ന് എനിക്ക് നിശ്ചയമില്ല. കേരളം വിട്ടുപോകും. അന്യനാട്ടിൽ. അത് കപ്പലിലോ ഫ്ലൈറ്റിലോ ട്രെയിനിലോ കാറിലോ എന്നൊന്നും നിശ്ചയമില്ല. ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്നതാണ് പ്രധാനം. സക്രിയയുടെയും ബൽറാമിൻ്റെയും കണ്ണെത്താത്ത ദൂരത്ത്. നാട്ടിൽ. ടെസ അയാളുടെ നേരെ കൈനീട്ടി. അയാൾ ആ തണുത്ത കയ്യിൽ പിടിച്ചു. ആരും അറിയരുത്, നിന്റെ മമ്മി പോലും. ആദ്യം നമ്മൾ എറണാകുളത്ത് എത്തണം. അവിടെ നിന്ന് ബാക്കി തീരുമാനിക്കാം. എന്നാ നമ്മൾ പോകുന്നത്? ഇന്ന്, ഇപ്പോൾ തന്നെ. നീ എൻ്റെ കാറിൻ്റെ പിൻസീറ്റിൽ കയറി കിടന്നു. ഞാൻ നിന്നെ ഗേറ്റിന് വെളിയിലെത്തിക്കാം. അവിടെ നിന്ന് രണ്ടായി പിരിയുന്നു. രാത്രി എറണാകുളത്ത് വെച്ച് കാണുന്നു. യെസ്, ഡൺ. ചെങ്കുത്തായ മലമുകളിൽ നിന്ന് ചാടുന്ന ആവേശത്തോടെ ടെസ പറഞ്ഞു. രാത്രി 10:30 എറണാകുളം ജംഗ്ഷനിൽ രാജധാനി സൂപ്പർഫാസ്റ്റ് ട്രെയിൻ വന്നു നിന്നു. വിക്ടറും ടെസയും ഓടിവന്ന് മധ്യഭാഗത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറി. ആളൊഴിഞ്ഞ സീറ്റുകളിൽ അഭിമുഖമായി ഇരുന്നു. AC-യുടെ കുളിര്. ലക്ഷറി കോച്ച്. ഇരുവരുടെയും കയ്യിൽ ഓരോ ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങോട്ടാ ടിക്കറ്റ് എടുത്തേ? ടെസ ചോദിച്ചു. ഡൽഹി. നിസാമുദ്ദീൻ. അവിടെ ആരാ ഉള്ളേ? ദൈവം. കൊള്ളാം. പപ്പയുടെ കൂടെ ഞങ്ങൾ ഫാമിലി ടൂർ പോയിട്ടുണ്ട്. ഡൽഹി, ആഗ്ര, കുളു, മണാലി. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ട്രെയിൻ വിട്ടു. രാവിലെ 7 മണിയായപ്പോൾ ട്രെയിൻ ഉടുപ്പിയിലെത്തി. ടെസ പുറത്തെ കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ സക്രിയയും മമ്മിയുമൊക്കെ നമ്മളെ അന്വേഷിക്കുകയായിരിക്കുമല്ലേ? ടെസ ചോദിച്ചു. വിക്ടർ ചിരിക്കാൻ ശ്രമിച്ചു. 10:30 രാജധാനി ഗോവ മഡ്ഗാവിലെത്തി. വാ, നമുക്കിവിടെ ഇറങ്ങാം. വിക്ടർ ബാഗുകൾ എടുത്തു. നമുക്ക് ഡൽഹിക്കല്ലേ പോകേണ്ടത്? ഇപ്പോൾ ഇവിടെ ഇറങ്ങാം. അവൾ അനുസരിച്ചു. രാജധാനി പോയി. അപരിചിതമായ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. ടെസ ചുറ്റും മിഴിച്ചു നോക്കി. വിക്ടർ ഒരു ടാക്സി വിളിച്ചു. പഴയ പോർച്ചുഗീസ് മാതൃകയിലുള്ള വലിയ കെട്ടിടത്തിന് മുന്നിൽ കാർ നിന്നു. ഒരാൾ ഇറങ്ങി വന്നു. വിക്ടർ അയാളുമായി സംസാരിച്ചു. പല നിലകളിലെ ജനാലകളിൽ തങ്ങളെ നോക്കി നിൽക്കുന്ന മുഖങ്ങൾ ടെസ കണ്ടു. ഹിന്ദി, ഇംഗ്ലീഷ് പാട്ടുകൾ. ആ മനുഷ്യൻ അവരെ 4ാം നിലയിലെ ഒരു മുറിയിലെത്തിച്ചു. പഴയ കട്ടിലും മേശയും കസേരകളുള്ള മുറി. തങ്ങളുടെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മുറിക്ക് ഇതിനേക്കാൾ സുഗന്ധമുണ്ടെന്ന് ടെസയ്ക്ക് തോന്നി. ഇത്രയും സൗകര്യമേ ഉള്ളൂ. ഇവിടെ ആരും നമ്മളെ കണ്ടുപിടിക്കുകയില്ല. ഞാൻ പോയി ഭക്ഷണം വാങ്ങി വരാം. ടെസയ്ക്ക് എന്താ വേണ്ടത്? വിക്ടറിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ? അയാൾ പോയി ബിരിയാണി വാങ്ങി വന്നു. ടെസ ആർത്തിയോടെയാണ് ഭക്ഷണം കഴിച്ചത്. രാത്രിയായി. മുറിയിൽ ജനാലയിലൂടെ വെളിയിലെ കാഴ്ചകൾ നോക്കി നിന്ന ടെസ ചോദിച്ചു. സക്രിയയുടെ പദ്ധതി പൊളിഞ്ഞു അല്ലേ വിക്ടറെ? അയാൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ. അയാൾ അത് ചെയ്യും ടെസേ. അയാളുടെ പ്ലാനിങ് കറക്റ്റാണ്. എന്താ പറഞ്ഞത്? അയാളുടെ പ്ലാനിങ് നമ്മൾ പൊളിച്ചില്ലേ? നിന്നെ കൊല്ലുന്നത് ഞാനാ ടെസേ? വിക്ടർ മന്ത്രിച്ചു. വിക്ടറെ. 2ാമത്തെ പെക്ക് കയ്യിലെടുത്തുകൊണ്ട് സക്രിയ വിക്ടറിനെ നോക്കി. അച്ചായ. സുപ്രധാനമായ എന്തോ കാര്യമാണ് വിക്ടറിന് തോന്നി. ബൽറാമും അയാൾ നോക്കിയിരിക്കുകയാണ്. സക്രിയയുടെ പുതിയ ഗസ്റ്റ് ഹൗസിലായിരുന്നു അവർ. 2 നേപ്പാളി സ്ത്രീകൾ അവർക്ക് സെർവ് ചെയ്യുന്നുണ്ട്. പിസ്ത പരിപ്പെടുത്ത് ഫ്രൈ ചെയ്ത് ഒരുവൾ കൊണ്ടുവന്നു വച്ചു. ഭിത്തിയിലെ ക്ലോക്ക് ശബ്ദിച്ചു. രാത്രി 9 മണി. ടെസയെ ഇല്ലാതാക്കുന്ന ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, സക്രിയ പറഞ്ഞു. വിക്ടർ നടുക്കത്തോടെ അയാളെ നോക്കി. കേരളത്തിൽ വെച്ച് അവൾ കൊല്ലപ്പെടുകയോ ബോഡി കണ്ടുകിട്ടുകയോ ചെയ്യരുത്, സക്രിയ പറഞ്ഞു. നിന്നെ ടെസയ്ക്ക് വിശ്വാസമാണ്. നിന്റെ കൂടെ അവൾ എവിടേക്ക് വേണമെങ്കിലും വരും. എൻ്റെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷിക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. വിക്ടർ നിശബ്ദനായി കേട്ടിരുന്നു. അവൾ എങ്ങനെ അപ്രത്യക്ഷയായെന്ന് ഒരു മിസ്റ്ററിയായിരിക്കണം. ബാക്കിയെല്ലാം നിന്റെ പ്ലാനിംഗ് ആണ്. സക്രിയ കാൽച്ചുവട്ടിലിരുന്ന ഒരു ബാഗെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഡൽഹി, മുംബൈ, കൽക്കട്ട, ഹിമാചൽ എവിടെ വേണമെങ്കിലും നിനക്ക് അവളെ കൊണ്ടുപോകാം. അവിടെ ഒരു ഡെഡ് ബോഡി നദിയിലോ ഓടയിലോ കിടന്നാലോ കത്തിക്കരിഞ്ഞാലോ വലിയ അന്വേഷണമൊന്നും ഉണ്ടാകില്ല. സക്രിയ ബാഗിൻ്റെ സിപ്പ് വലിച്ചു തുറന്നു. അത് നിറയെ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരുന്നു. 2000-ൻ്റെ ബണ്ടിലുകൾ. 50 ലക്ഷമുണ്ട്. ഇത് നിനക്കാണ്. ഈ ജോലി ചെയ്യാൻ സമ്മതമാണെങ്കിൽ നിനക്കിതെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി അവസാനിക്കും. വിക്ടർ സക്രിയയെയും ബൽറാമിനെയും നോക്കി. പക്ഷേ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി വിടുമെന്ന് കരുതണ്ട, സക്രിയ തുടർന്നു. ബൽറാം ഒരു പിസ്റ്റൾ സക്രിയയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. സക്രിയ അതെടുത്ത് വിക്ടറിൻ്റെ നേരെ ചൂണ്ടി. ഇതിലെ 6 തിരകളും നിനക്കുള്ളതാണ്. ടെസയ്ക്ക് പകരം നീയായിരിക്കും കൊല്ലപ്പെടുക. വിക്ടർ മറുപടിയൊന്നും പറയാതെ ബാഗിൻ്റെ സിബ് വലിച്ചടച്ചു. അത് തൻ്റെ നേരെ അടുപ്പിച്ചിട്ട് ഗ്ലാസ്സിലിരിക്കുന്ന കരീബിയൻ റം എടുത്ത് കുടിച്ചു. സക്രിയയുടെ മുഖത്തൊരു ചിരി മിന്നി മറഞ്ഞു. തോക്ക് വിക്ടറിൻ്റെ നേരെ നീക്കിയിട്ട് അത് കറങ്ങി മേശയുടെ അറ്റത്ത് വന്ന് നിന്നു. എന്നാണ് നീ ഇവിടെ നിന്ന് പോകുന്നത്? സക്രിയ മദ്യക്കുപ്പിയെടുത്ത് ഓരോ ഗ്ലാസ്സിലും പകരാൻ തുടങ്ങിയപ്പോൾ വിക്ടർ കയ്യെടുത്ത് വിലക്കി. എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ നാളെ തന്നെ, അവൻ പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് ബൽറാം വിക്ടറെ ഫോണിൽ വിളിച്ചു. എനിക്ക് നിന്നെ കാണണം. ഞാൻ സ്റ്റേഡിയത്തിലുണ്ട്. സ്റ്റേഡിയത്തിൽ അത്ലറ്റുകൾ പരിശീലനം നടത്തുന്നുണ്ട്. സായാഹ്ന വെയിലിൽ തിളങ്ങുന്ന സ്റ്റേഡിയം. ഗാലറിയിൽ നിൽക്കുന്ന ബൽറാം വിക്ടറെ കണ്ട് അടുത്തു വന്നു. നീ ടെസയെ വീട്ടിൽ നിന്ന് കടത്തിയോ? ഓ
കടത്തി. അവളിപ്പോൾ എവിടെയാണ്? അതൊന്നും പറയില്ല. എന്താ നിന്റെ പദ്ധതി? അതൊന്നും അറിയണ്ട. ഇനി നിങ്ങൾ ടെസയെ കാണില്ല. അതുപോരെ? ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. എന്തിന്? കൊല്ലാൻ കൊണ്ടുപോവുകയല്ലേ അവളെ? കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് അവളെ വേണം. അവളെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല വിക്ടറെ. ബൽറാം വികാരഭരിതനായി. കൊന്നു കഴിഞ്ഞ് ടെസയുടെ ശവം തരാം. നിങ്ങൾ കൊണ്ടുപോയി കടിച്ചു കീറി തിന്നോ. വിക്ടർ ദേഷ്യപ്പെട്ടു. ബൽറാമിനോട് കളിക്കരുത് നീ. ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും ശിക്ഷ ഒന്നേയുള്ളൂ. ഒരു പാവം പെണ്ണിനെ കൊല്ലുന്നതിൻ്റെ കുറ്റബോധം തന്നെ പോലൊരു നാരിയെ കൊന്നാൽ ഇല്ലാതാകും. ഞാനത് ചെയ്യും. വിക്ടർ അരയിൽ നിന്ന് പിസ്റ്റൾ എടുത്തു. ബൽറാം പതറി. പിന്നെ വിക്ടറെ നോക്കാതെ ഗാലറിയിലൂടെ നടന്നു. വിക്ടർ പറഞ്ഞത് കേട്ട് ടെസ തരിച്ചിരുന്നു. കട്ടിലിരുന്ന ബാഗ് അയാൾ തുറന്നു കാണിച്ചു. നോട്ടുകെട്ടുകൾ അവൾ കണ്ടു. അതിന് മുകളിലിരിക്കുന്ന പിസ്റ്റൾ അയാൾ എടുത്തു. ടെസയുടെ നെഞ്ച് വേഗത്തിൽ ഉയർന്നു താണുകൊണ്ടിരുന്നു. ശക്തിയായി ശ്വാസം വലിച്ചു. അപ്പോൾ വിക്ടർ ആരുമറിയാതെ എന്നെ പാലയിൽ നിന്ന് കൊണ്ടുവന്നത് രക്ഷിക്കാനല്ല, കൊല്ലാനാണ് അല്ലേ? അവൾ ദുർബലമായ സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അയാളെ നോക്കി. അതെ. 50 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി. അതെ. സക്രിയ നിന്നെ കൊന്നാൽ എനിക്കത് കിട്ടില്ല. വെടിവെച്ചാണോ നീ എന്നെ കൊല്ലാൻ പോകുന്നത്? അതെനിക്കറിയില്ല. ഇവിടെ വാടക കൊലയാളികളുണ്ട്. ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആരോടും പറയാതെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചത്. ടെസ താഴെ വെച്ചിരുന്ന കുപ്പിയെടുത്ത് വെള്ളം കുടിച്ചു. കുറേ നേരം ഇരുവരും മിണ്ടാതിരുന്നു. തലയ്ക്ക് മുകളിൽ പഴയ ഫാൻ കറങ്ങുന്ന സ്വരം കേൾക്കാം. എവിടെ നിന്നോ ഹിന്ദി പാട്ടുകൾ ഒഴുകി വരുന്നു. വിക്ടർ ബാഗിൽ നിന്ന് മദ്യക്കുപ്പിയെടുത്ത് തുറന്നു വായിലേക്ക് കമഴ്ത്തി. പിന്നെ അവൾ കുടിച്ച കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചു. നിനക്ക് മനസാക്ഷിയില്ലേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ലേ? ടെസ ചോദിച്ചു. ശബ്ദം വിറച്ചു മുറിഞ്ഞു. ഞാനിത് ചെയ്തില്ലെങ്കിൽ സക്രിയ എന്നെ കൊല്ലും. ഞാനത് നിന്നോട് പറഞ്ഞല്ലോ. അല്പം കഴിഞ്ഞാണ് വിക്ടർ അത് പറഞ്ഞത്. പിന്നെ അയാൾ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. അകലെ ഒരു വിമാനം പറന്നു പോകുന്ന വെളിച്ചത്തിൻ്റെ മിന്നൽ അയാളുടെ കണ്ണിൽപ്പെട്ടു. അവർക്കിടയിൽ നിശബ്ദത ഇരുണ്ടു മരുഭൂമി പോലെ കിടന്നു. വാതിലിനപ്പുറത്തുകൂടി ആരൊക്കെയോ അതിവേഗം ഓടുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. 4-5 മിനിറ്റ് കഴിഞ്ഞ് വാതിലിനപ്പുറത്ത് എന്തോ വീഴുന്ന ശബ്ദം. തുടർന്ന് ഒരു സ്ത്രീയുടെ നിലവിളി, ഒപ്പം പുരുഷന്മാരുടെ ആക്രോശം. ടെസ പേടിച്ചരണ്ട് പിന്നോട്ട് മാറി. പുറത്തെന്താ ബഹളം? ടെസ ചോദിച്ചു. അതൊന്നും നമ്മുടെ കാര്യമല്ല. ഗുണ്ടകളും വേശ്യകളുമാണ്. ഇങ്ങനൊരു സ്ഥലത്തേക്കാണോ എന്നെ കൊണ്ടുവന്നത്? പിന്നെ ഞാൻ നിന്നെ ബൽറാമിന് കൊടുക്കണമായിരുന്നോടി? വിക്ടർ അലറി. ടെസ അയാളെ പകച്ചു നോക്കി. അയാൾ ടെൻഷനിലാണെന്ന് മനസ്സിലായി. വിക്ടർ പിന്നെയും മദ്യം കുടിച്ചു. മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ടീപ്പോയിൽ വലിച്ച് അവർക്കിടയിലേക്കിട്ടു. അതിൽ ഭക്ഷണപ്പൊതികളുണ്ട്. തിന്നോ. ഒന്നയാൾ അവളുടെ നേരെ തള്ളിവെച്ചു. കോഴി വറുത്തതും ചപ്പാത്തിയും. ഇതെൻ്റെ അന്ത്യാത്താഴമാണല്ലേ? ടെസ ചോദിച്ചു. അതിന് മറുപടി പറയുകയോ മുഖമുയർത്തി ഒന്ന് നോക്കുകയോ ചെയ്തില്ല അയാൾ. വിക്ടർ സാം മറ്റൊരാളായിരിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഇരുവരും ഉറങ്ങാതെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. നീ രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഞാനൊന്ന് പുറത്തു പോവുകയാണ്. വാതിൽ പുറത്തുനിന്ന് പൂട്ടും. ആര് വിളിച്ചാലും മിണ്ടരുത്. 10 മണിയായപ്പോൾ വിക്ടർ പുറത്തുപോയി. വിക്ടർ ഗേറ്റ് കടന്നു പോകുന്നത് ജനലിലൂടെ അവൾ കണ്ടു. വിക്ടറെ കാത്തിരിക്കുന്നത് പോലെ മനീഷയുടെ കണ്ണുകൾ ശൂന്യതയിൽ പതിഞ്ഞിരിക്കുന്നത് രാജീവ് മേനോൻ കണ്ടു. അവർ ചായ വരുത്തി കുടിച്ചു. പിന്നെ എപ്പോഴാണ് വിക്ടർ വന്നത്? മേനോൻ ചോദിച്ചു. 1 മണി കഴിഞ്ഞാണ് വന്നത്. എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു തന്നു. പിന്നെയും പുറത്തുപോയി. പിറ്റേ ദിവസം അയാൾ എന്നെ കാർലോസിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. കാർലോസോ? ഗോവയിലെ ഒരു അധോലോക ചിലന്തിയാണ് അയാൾ. അയാൾക്ക് ഒരു മസാജ് സെൻ്ററുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള 100 കണക്കിന് സ്ത്രീകളും. മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, കൊട്ടേഷൻ എല്ലാം ഉണ്ട് അയാൾക്ക്. രാജീവ് മേനോൻ കേട്ടിരുന്നു. കാർലോസിൻ്റെ രഹസ്യകേന്ദ്രത്തിൽ നിന്ന് പോകുമ്പോൾ വിക്ടർ എൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. ടെസേ, നിന്നെ എൻ്റെ കൈകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല. പക്ഷേ നീ ഒരിക്കലും കേരളത്തിൽ വരരുത്. വന്നാൽ അന്ന് എന്നെ അവർ കൊല്ലും. നീ ഭൂമിയിലില്ലെന്നാ ഞാൻ പറയാൻ പോകുന്നത്. അത് പറഞ്ഞ് അയാൾ പോയി. പിന്നെ ഞാനിതുവരെ അയാളെ കണ്ടിട്ടില്ല. മനീഷ നിശബ്ദയായി. മേനോൻ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പകർന്നു കൊടുത്തു. ബൽറാം എന്നെ തിരിച്ചറിഞ്ഞു. സക്രിയയുടെ ചോദ്യത്തിന് വിക്ടർ മറുപടി പറയണം. അവരവനെ കൊല്ലും. അതവരുടെ കാര്യം. ടെസ എങ്ങനെയാണ് രഞ്ജൻ ചൗധരിയുടെ പറ്റായത്? വിക്ടർ ഉപേക്ഷിച്ചു പോയപ്പോൾ ദൈവം എനിക്ക് കൂട്ടിന് വന്നു. കാർലോസ് എന്നെ കുറേ പെൺകുട്ടികളുടെ കൂടെ ഒരു ഹാളിലാക്കി. അവർ സംസാരിക്കുന്ന ഒരു ഭാഷയും എനിക്കറിയില്ലായിരുന്നു. അന്ന് വൈകിട്ട് കാർലോസ് എന്നെ വിളിപ്പിച്ചു. ചൗധരി സാബ് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. രാജീവ് മേനോന് അത്ഭുതമായി. മനീഷയ്ക്ക് ചൗധരി അറിയാമായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിന് ആവശ്യം രോഗിയായ ഭാര്യയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെയായിരുന്നു. അതൊരു മലയാളിയായിരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാർലോസ് എന്നെ വിളിച്ചത്. ചൗധരി സാറിൻ്റെ മുന്നിൽ കാർലോസ് ഓച്ചാനിച്ച് നിൽക്കുകയായിരുന്നു. മനീഷ കുറച്ച് വെള്ളം കൂടി കുടിച്ചു. ചൗധരി സാർ എന്നെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ചോദിച്ചു, നീ ഒരു നല്ല കുടുംബത്തിലെയാണല്ലോ മോളെ. നിനക്ക് എൻ്റെ ഭാര്യയെ നോക്കാമോ എന്ന്. ഞാനൊരു സ്വപ്നത്തിൽ എന്തുപോലെ തലയാട്ടി. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചുവിടുമെന്ന് സാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൗധരി സാറിൻ്റെ മഡ്ഗോവയിലെ വീട്ടിലെത്തി. അവൾ മുഴുമിക്കട്ടെ എന്ന് കരുതി മേനോൻ നിശബ്ദനായിരുന്നു. ചൗധരി സാറിൻ്റെ ഭാര്യ ദേവി സത്യമായും ഒരു ദേവിയെപ്പോലെ സ്നേഹവും കരുണയുമുള്ള സ്ത്രീയാണ്. ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു അവർ. ഞാൻ രാവും പകലും അവരുടെ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ചു. കാലുകൾ കുഴമ്പിട്ട് തിരുമ്പി കുളിപ്പിച്ചു. എനിക്ക് രക്ഷപ്പെടാൻ ദൈവം തന്ന മാർഗമാണത്. അതിനേക്കാൾ സുരക്ഷിതമായ ഒരിടം എനിക്ക് കിട്ടുകയില്ല. 1.5 മാസം കൊണ്ട് ഞാൻ അമ്മയെ എണീപ്പിച്ച് നടത്തി.
ചൗധരി സാറിനും ദേവിക്കും ഞാൻ മക്കളേക്കാൾ പ്രിയപ്പെട്ടവളായി. ബാക്കി കാര്യങ്ങൾ കുറേയൊക്കെ സാറിനറിയാമല്ലോ. മനീഷ മേനോനെ നോക്കി പുഞ്ചിരിച്ചു. മറ്റൊന്ന് കൊടിയുണ്ട്, അവൾ ഓർത്തതുപോലെ പറഞ്ഞു. അതെന്താ? വിക്ടർ എന്നെ കാർലോസിന് വിൽക്കുകയായിരുന്നു 10 ലക്ഷം രൂപയ്ക്ക്. അതേ തുക കൊടുത്താണ് ചൗധരി സാർ എന്നെ വാങ്ങിയത്. രാജീവ് മേനോൻ അവളുടെ കഥ കേട്ട് മനസ്സ് മരവിച്ചതുപോലെയിരുന്നു. 1500 ഏക്കറുള്ള ഹിൽവാലി പ്ലാന്റേഷൻ്റെ അവകാശിയാണ് ടെസ എന്ന മനീഷ. അവൾ പറഞ്ഞതെല്ലാം അയാൾ മനസ്സിലിട്ട് അപഗ്രഥിച്ചു. ഇനി ഞാൻ നോക്കിക്കൊള്ളാം മനീഷ, അവസാനം രാജീവ് മേനോൻ പറഞ്ഞു. അവർ ഹയാത്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. സക്രിയയും ബൽറാമും എന്നെ തേടി വരും സാറേ. കൂടെ വിക്ടറും ഉണ്ടാവും, മനീഷ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് യഥാർത്ഥ അപകടം ഇനിയാണെന്നാണ്. മനീഷയ്ക്ക് ഇനിയും പേടിയാണോ? ഞങ്ങളില്ലേ കൂടെ? ശത്രുക്കൾ എൻ്റെ പുറകിലുണ്ട് സാറേ, മുന്നിൽ മരണവും. രാജീവ് മേനോൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. നിന്നെ ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കില്ല. നിന്നെ ഉപദ്രവിച്ചവനെ ഞാൻ വിടുകയുമില്ല. ഒരാഴ്ച കടന്നുപോയി. മനീഷ എല്ലാ ദിവസവും കാസിനോ ടൈറ്റനിലുണ്ടായിരുന്നു. ഞായറാഴ്ച വലിയ തിരക്കായിരുന്നു. റൂളറ്റ് ടേബിളായിരുന്നു മനീഷ. റൂളറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. 31-ാം നമ്പർ കോളത്തിൽ 10 ലക്ഷത്തിൻ്റെ ടോക്കൺ വച്ചു. തുക കണ്ട് ചുറ്റും നിന്നവർ അമ്പരന്ന് ഒരു ശബ്ദമുണ്ടാക്കി. ടോക്കൺ പിടിച്ച കയ്യിലൂടെ മനീഷയുടെ കണ്ണുകൾ ഉയർന്ന് അയാളുടെ മുഖത്തെത്തി. സക്രിയ, അയാളുടെ പിന്നിൽ ബൽറാം. തന്നെ കണ്ടുപിടിച്ച സക്രിയയുടെ കണ്ണുകൾ രാജവെമ്പാലയുടേതുപോലെ തിളങ്ങുന്നത് മനീഷ കണ്ടു. ഇപ്പോൾ മനസ്സിലായോ ഇവൾ ആരാണെന്ന്? വിക്ടർ ചതിച്ചതാ, ബൽറാം സക്രിയയോട് പറഞ്ഞു. സക്രിയ മൂളിയെങ്കിലും അമ്പരപ്പ് കൊണ്ട് ശബ്ദമുണ്ടായില്ല. സക്കറിയ തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനീഷയ്ക്ക് ഉറപ്പായി. പക്ഷേ അവൾ അതിൻ്റെ യാതൊരു സൂചനയും മുഖത്തു വരുത്തിയില്ല. അവൾ വിക്ടറിനെ അവരുടെ കൂടെ തിരഞ്ഞു. അയാളെ കണ്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ? മനീഷ ഹിന്ദിയിൽ ചോദിച്ചുകൊണ്ട് ടേബിളിന് ചുറ്റും നിൽക്കുന്നവരെ നോക്കി. 2 പേര് കൂടി വെച്ചു. 5000 രൂപയുടെ ചെറിയ തുകകൾ. റൂലറ്റ് കറങ്ങിക്കൊണ്ടിരുന്നു. മനീഷ ബോൾ കറക്കി വിട്ടു. മനീഷയെ തന്നെ നോക്കി നിന്ന സക്രിയയുടെ നോട്ടം ആ ചക്രത്തിലേക്കായി. റൂലറ്റ് വേഗത കുറഞ്ഞ് ഓരോ പോക്കറ്റുകളിൽ ബോൾ വീഴാൻ തുടങ്ങി. കണ്ടോ? അതല്ലേ ടെസ? ബൽറാം സക്രിയയുടെ കാതിൽ ചോദിച്ചു. ബോൾ 33-ാം പോക്കറ്റിൽ വീണു. സക്രിയയുടെ ഉള്ളിലൊരു ആളലുണ്ടായി. താൻ വിൻ ചെയ്തു. പെട്ടെന്ന് അത് വീണ്ടും കറങ്ങി 34-ാം പോക്കറ്റിൽ വീണു. പിന്നെയും ബോൾ ചലിച്ചു. 36-ലാണ് ബോൾ വീഴുന്നത്. എല്ലാവർക്കും പണം നഷ്ടമായി. മനീഷ ടോക്കണുകൾ തൂത്തുകൂട്ടി. അടുത്തു നിന്നയാൾ അത് കൈകൊണ്ടടുപ്പിച്ച് അടുക്കി വെച്ചു. ബൽറാം സക്രിയയെ നോക്കി. 10 ലക്ഷം പോയി. സാരമില്ല, എനിക്കിവള് ആരാണെന്നറിയണം. കണ്ടിട്ട് ടെസയാണെന്ന് തന്നെ തോന്നുന്നു. പക്ഷേ ഉറപ്പാക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സക്രിയ പറഞ്ഞു. മനീഷ ഫോണെടുത്ത് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. അവരിപ്പോൾ കാസിനോയിൽ എൻ്റെ മുന്നിലുണ്ട്. എന്നെ തിരിച്ചറിയാൻ വന്നിരിക്കുകയാണ് സക്രിയയും ബൽറാമും. അവൾ ആ മെസ്സേജ് രാജീവ് മേനോന് അയച്ചു. മുംബൈയിൽ താജ് ഹോട്ടലിൽ ഒരു മീറ്റിങ്ങിലായിരുന്നു അയാൾ അപ്പോൾ. അയാൾ കാസിനോ ടൈറ്റൻ്റെ മാനേജർ നിക്സനെ മൊബൈലിൽ വിളിച്ചു. സാർ. നിക്സൺ അറ്റൻഡ് ചെയ്തു. മനീഷയുടെ ടേബിളിന് മുന്നിൽ 2 മലയാളികൾ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ 10 ലക്ഷം ബെറ്റ് വെച്ച് തോറ്റവരാണ്. അവരുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണം. ഒരു ഫോട്ടോ എനിക്ക് സെൻഡ് ചെയ്യണം, രാജീവ് മേനോൻ നിർദ്ദേശിച്ചു. നിക്സൺ മനീഷയുടെ ടേബിൾ മോണിറ്ററിൽ കണ്ടു. അവളെ നോക്കി നിൽക്കുന്ന 2 പേരെയും. ബൽറാമിനെ നിക്സൺ തിരിച്ചറിഞ്ഞു. സാർ, ഫോട്ടോകൾ ഇപ്പോഴയക്കാം. അവരിലൊരാൾ ഇൻസ്പെക്ടർ ബൽറാമാണ്. അത് തന്നെ. 2 മിനിറ്റിനുള്ളിൽ മേനോൻ്റെ വാട്സപ്പിൽ ഫോട്ടോ എത്തി. കാസിനോ ഹാളിലെ ലൈറ്റുകൾ മങ്ങി. റൗണ്ട് ടേബിളിൽ ലേസർ ബീം കത്തി. ഫിലിപ്പിനോ സുന്ദരി പോളിൽ ചുറ്റി നൃത്തം ആരംഭിച്ചു. സക്രിയ ഫോണെടുത്ത് മനീഷയുടെ ഒരു ഫോട്ടോ അവൾ അറിയാത്ത മട്ടിൽ സെൽഫി എടുക്കുന്നത് പോലെ എടുത്തു. അയാൾ ഫോൺ പോക്കറ്റിൽ ഇടുന്നതിന് മുമ്പ് ചെറുപ്പക്കാരനായ സെക്യൂരിറ്റി ഓഫീസർ ചുമലിലും കയ്യിലും ബലമായി പിടിച്ചു. സക്രിയ അയാളെ നോക്കി. ഡോണ്ട് അലവ് എനി കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫി, അയാൾ പറഞ്ഞു. ഡിലീറ്റ് ഇറ്റ്, അയാൾ നിർദ്ദേശിച്ചു. ഇതാരാണെന്ന് തനിക്കറിയാമോ? ബൽറാമിന് ദേഷ്യം വന്നു. ഇതുപോലെ 4 കാസിനോ സ്വന്തമായി വാങ്ങിക്കാൻ കഴിവുള്ളയാളാണ് ഗ്രേറ്റ് പ്ലാന്റർ സക്രിയ ഫ്രം കേരള. നീല യൂണിഫോം ധരിച്ച ചെറുപ്പക്കാരൻ ബൽറാമിൻ്റെ കഴുത്തിൽ പിടിച്ചു. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നതനുസരിക്കണം, അയാൾ ബൽറാമിനോട് നിർദ്ദേശിച്ചു. അവരോട് എതിർക്കാൻ പോയാൽ കുഴപ്പമാകുമെന്ന് ബൽറാമിന് തോന്നി. സക്രിയയുടെ കയ്യിൽ പിടിച്ചുയർത്തി ഫോണിലേക്ക് നോക്കി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഡിലീറ്റ്. അനുസരിച്ചില്ലെങ്കിൽ ഫോൺ പിടിച്ചെടുക്കുമെന്ന് സക്രിയയ്ക്ക് തോന്നി. അയാൾ തലയ്ക്ക് മുകളിലേക്ക് നോക്കി. എങ്ങും ക്യാമറകളാണ്. കാസിനോയിൽ നടക്കുന്ന ഓരോ ചലനവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. സോറി, ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. സക്രിയ താനെടുത്ത ഫോട്ടോകൾ കളയുന്നത് മനീഷ കണ്ടു. സെക്യൂരിറ്റികൾ പോയി. പോൾ ഡാൻസ് തകർക്കുകയായിരുന്നു. ബൽറാം സർവീസ് ഗേളിനെ വിളിച്ചു പറഞ്ഞു. 2 ടെക്കില വിത്ത് ലെമൺ. സക്രിയ 10 ലക്ഷം രൂപയുടെ ടോക്കൺ കൂടി 33-ാം നമ്പറിൽ വെച്ചു. ടെസയ്ക്കറിയാമോ? 6 ലക്കി നമ്പറാണ്. സക്രിയ അവളുടെ മുഖത്ത് നോക്കി ഭാവമാറ്റം അറിയാനായി പറഞ്ഞു. മനീഷ എല്ലാവരോടും ചിരിക്കുന്നത് പോലെ കൃത്രിമമായി ചിരിച്ചു. ഹിന്ദിയിൽ സംസാരിച്ചു. സക്രിയയ്ക്ക് അത് ടെസയാണെന്ന് ഉറപ്പായില്ല. എടോ, ഇതവളല്ല. അതെ, ഇതവൾ തന്നെയാണ്. അന്നിവള് എന്നെ കണ്ട് ഓടിയതല്ലേ? ബൽറാം പറഞ്ഞു. അത്തവണയും തോറ്റു.
ഞാൻ എസ്റ്റേറ്റ് മുഴുവൻ വിറ്റ് കളിച്ചാലും ഇവൾ ടെസ്സയാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, സക്രിയ പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് പറയിക്കാം. ബൽറാം ബലമായി മനീഷയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു. എടി, നീ പാലക്കാരി ടെസ്സയല്ലേ? ടെസ്സ തോമസ്. ഇയാൾ എന്നെ ഉപദ്രവിക്കുന്നു. സെക്യൂരിറ്റി, മനീഷ ഹിന്ദിയിൽ വിളിച്ചു കൂവി. പെട്ടെന്ന് ബൽറാമിൻ്റെ കരണത്ത് ഒരടി കിട്ടി. അയാൾ പിടിവിട്ടു. രഞ്ജൻ ചൗധരി മനീഷയോട് ചോദിച്ചു. ക്യാ ഹുവാ ബേട്ടി? ഡാഡി, ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു. മനീഷ സക്രിയയെയും ബൽറാമിനെയും ചൂണ്ടിപ്പറഞ്ഞു. സെക്യൂരിറ്റി തടിയന്മാർ അവരെ വളഞ്ഞു. ബൽറാമിൻ്റെ പ്രവൃത്തി അപകടമായെന്ന് സക്രിയയ്ക്ക് മനസ്സിലായി. ഇത് അവൾ തന്നെയാണ് സക്രിയ, ബൽറാം പറഞ്ഞു. അതുകൊണ്ടാണ് വിക്ടർ ഇങ്ങോട്ട് വരാത്തത്. അത് ശരിയാണെന്ന് സക്രിയയ്ക്ക് തോന്നി. തങ്ങളുടെ കൂടെ വന്ന വിക്ടറിനെ ഇപ്പോൾ കാണുന്നില്ല. വിക്ടർ കാർഡ് ഗെയിമുകളുടെ ടേബിളിന് മറന്നു നിന്ന് എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു. ടെസ്സ അവരുടെ മുന്നിൽ അഭിനയിക്കുന്നത് അയാൾ കണ്ടു. ഇനി മറന്നു നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന് അയാൾക്ക് തോന്നി. വിക്ടർ വരുന്നത് കണ്ട് ടെസ്സയുടെ ഉള്ളിലൊരു നടുക്കമുണ്ടായെങ്കിലും അവൾ പ്രകടിപ്പിച്ചില്ല. ദാ വരുന്നു വിക്ടർ. അയാളെ കണ്ട് ബൽറാം സന്തോഷത്തോടെ പറഞ്ഞു. വിക്ടർ അടുത്തു വന്ന് അവരെ നോക്കി. പിന്നെ ടെസ്സയെയും. അയാൾ അവളെ തറപ്പിച്ചു നോക്കി. അവളൊന്നും സംഭവിക്കാത്തതുപോലെ വിക്ടറെ നോക്കി. പുതിയൊരു ഗാംബ്ലറെ കാണുന്നത് പോലെ. പക്ഷേ റൂളറ്റ് കറക്കി വിട്ടു. മറ്റുള്ളവരെ നോക്കി. ഇവളെൻ്റെ മകളാ മനീഷ, രഞ്ജൻ ചൗധരി പറഞ്ഞു. ഇത് ടെസ്സയല്ല, ഈ ഹിന്ദിക്കാരൻ്റെ മകളാ. നോട്ടത്തിൽ രൂപസാദൃശ്യമുണ്ട്, അത്രയേയുള്ളൂ, വിക്ടർ പറഞ്ഞു. ഇതിനാണോ ബൽറാം സാറ് ബഹളം വെച്ചത്? ഒരേപോലുള്ള എത്ര ആളുകളുണ്ട് ഈ ഭൂമിയിൽ? വിക്ടർ ശബ്ദമുയർത്തിയാണ് പറഞ്ഞത്. ടെസ്സ അത് കേട്ടു. താൻ ടെസ്സയല്ലെന്ന് സ്ഥാപിക്കേണ്ടത് വിക്ടറിൻ്റെയും ആവശ്യമാണ്. തുറുപ്പ് നഷ്ടപ്പെട്ട ചീട്ടു കളിക്കാരനെ പോലെ ബൽറാം നിന്നു. ഇവന്മാരെ പിടിച്ച് കാസിനോയ്ക്ക് വെളിയിൽ തള്ളു, രഞ്ജൻ ചൗധരി സെക്യൂരിറ്റിക്കാരോട് നിർദ്ദേശിച്ചു. അവർ സക്രിയയെയും ബൽറാമിനെയും ബലമായി പിടിച്ചു കൊണ്ടുപോയി. അവരുടെ കൂടെ പോകുന്നതിന് മുമ്പ് വിക്ടർ മനീഷയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളത് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. എങ്കിലും മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായില്ല. അവർ എവിടെ പോകുന്നുവെന്നും ആരോടൊക്കെ ബന്ധപ്പെടുന്നെന്നും എവിടെ താമസിക്കുന്നുവെന്നും എനിക്കറിയണം. ഒരാൾ അവരെ പിന്തുടരണം, രഞ്ജൻ ചൗധരി സെക്യൂരിറ്റി ഹെഡിനോട് നിർദ്ദേശിച്ചു. ശരി സാർ. സക്രിയയെയും ബൽറാമിനെയും അവർ കപ്പലിൽ നിന്ന് ബോട്ടിൽ കയറ്റി റോഡരികിലെ ഫ്രണ്ട് ഓഫീസിലെത്തിച്ച് ഇറക്കി വിട്ടു. നമ്മളെ അവന്മാരെ നായ്ക്കളെപ്പോലെ പിടിച്ചുകൊണ്ടുവന്ന് തെരുവിൽ തള്ളി. തിരിച്ച് ഹോട്ടലിൽ വന്നപ്പോൾ സക്രിയ പറഞ്ഞു. അതിനൊക്കെ കാരണം ബൽറാം സാറാ, വിക്ടർ പറഞ്ഞു. ടെസ്സയെ കൊന്ന നദിയിൽ തള്ളുന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് മണ്ടോവി നദിയും അകലെ ബ്രിഡ്ജും അവർ കണ്ടു. ശരിയാ, അവൾക്ക് ഇവിടെ വളരെ സ്വാധീനമുണ്ട്. അത് ടെസ്സയായിരുന്നെങ്കിൽ എന്നെ കണ്ട് ഒന്ന് പതറേണ്ടതാ. സക്രിയ ഒരു ഗോവൻ ഫെനിയുടെ ബോട്ടിൽ തുറന്നു. എന്തായാലും ഗോവയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് അത് ടെസ്സയാണോ അല്ലയോ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചോളണം, വിക്ടർ രണ്ടുപേരോടുമായി പറഞ്ഞു. പിന്നെ അവിടെ ചെന്നിട്ട് എൻ്റെ മുതുകത്ത് കയറാൻ വരരുത്. സക്രിയ 3 ഗ്ലാസ്സുകളിൽ 1.5 ഫെനി വീതം ഒഴിച്ചു. ബൽറാം ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. പുറകെ കുപ്പിയിൽ നിന്ന് തണുത്ത വെള്ളം കുടിച്ചു. എനിക്കുറപ്പുണ്ട് അത് ടെസ്സയാണെന്ന്. അവളെങ്ങനെ വേഷം കെട്ടിയാലും ഞാൻ തിരിച്ചറിയും, ബൽറാം പറഞ്ഞു. ടെസ്സ എങ്ങനെ ആ മനുഷ്യൻ്റെ മകളാകുമെടോ ബൽറാമേ? അവളെ താൻ തൊട്ടപ്പോൾ അയാൾ എവിടെ നിന്നോ ചാടി വന്നത് കണ്ടില്ലേ? സക്രിയ ചോദിച്ചു. താൻ ഒന്നുകൂടി അവളെ തൊട്ടിരുന്നെങ്കിൽ അവർ നമ്മളെയെല്ലാം കഴുത്ത് കണ്ടിച്ച് പുഴയിലെറിഞ്ഞേനെ. ആ കാര്യത്തിൽ ബൽറാമിന് സംശയമില്ലായിരുന്നു. അത് ടെസ്സയല്ലെന്ന രീതിയിൽ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ വിക്ടർ തീരുമാനിച്ചു. ടെസ്സ തങ്ങളെയെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്കറിയണം. എങ്ങനെയും അവളെ കണ്ടു സംസാരിക്കണം. അവളുടെ ജീവൻ രക്ഷിച്ചത് താനാണ്. അതുകൊണ്ട് തന്നെ അവൾ ഉപദ്രവിക്കുകയില്ലെന്ന് വിക്ടർ കരുതി. പഴയ ടെസ്സയല്ല അവളിപ്പോൾ. സക്രിയയും ബൽറാമും അറിയാതെ എങ്ങനെ ടെസ്സയുമായി ബന്ധപ്പെടും? പാലായിൽ നിന്ന് കാണാതായ ടെസ്സ കാസിനോയിലെ ഗുണ്ടകളുടെ കസ്റ്റഡിയിലാണെന്നും അവളെ വിട്ടുതരണമെന്നും പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ, ബൽറാം പറഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇൻസ്പെക്ടർ അശോകനെ ഞാൻ കണ്ടതാണ്. പണം നമുക്ക് പ്രശ്നമല്ല, അവൾ ആരെന്ന് അറിയണം, സക്രിയ പറഞ്ഞു. ഡോർബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് രാവിലെ അവർ ഉണർന്നത്. 8 മണിയായിരിക്കുന്നു. സക്രിയ ചെന്ന് വാതിൽ തുറന്നു. തലേ ദിവസത്തെ കെട്ടുവിട്ടിരുന്നില്ല. കാലുകൾ ഇടറി. വാതിൽക്ക് 2 ഗോവൻ പോലീസുകാർ നിൽക്കുന്നത് കണ്ട് സക്രിയ പതറി. ബൽറാമേ, ഒന്നിങ്ങു വന്നേ. ബാത്റൂമിൽ കയറിയ ബൽറാം മുഖം കഴുകി തുടച്ചുകൊണ്ടുവന്നു. എന്താ? അയാൾ പോലീസുകാരെ നോക്കി. അവർ കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ ബൽറാമിനെ കാണിച്ചു. ഇത് നിങ്ങളാണോ? ബൽറാം ഫോട്ടോയിൽ നോക്കി. സക്രിയയും അത് കണ്ടു. തങ്ങൾ കാസിനോയിൽ നിൽക്കുന്ന ഫോട്ടോകൾ സെക്യൂരിറ്റിക്കാർ പിടിച്ചിരിക്കുകയാണ്. ബൽറാമും സക്രിയയും പരസ്പരം നോക്കി. അതെ, ഞങ്ങളാണ്. തെളിവ് കാണിച്ചാൽ പിന്നെ തർക്കിച്ചിട്ട് കാര്യമില്ല. കാസിനോ ടൈറ്റിൻ്റെ മാനേജർ നിങ്ങൾക്കെതിരെ പരാതി തന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടുചെല്ലാൻ ഇൻസ്പെക്ടർ അശോകൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ്, പോലീസുകാരൻ പറഞ്ഞു. അച്ചായ, കുഴയുമോ? വിക്ടർ സക്രിയയെ നോക്കി. എന്തു കുഴയാൻ? തേടിയ വള്ളി കാലിൽ ചുറ്റിയിരിക്കുകയാണ്. ടെസ്സയെ പോലീസ് സ്റ്റേഷനിൽ വരുത്തി നമുക്ക് സംസാരിക്കാം, ബൽറാം പറഞ്ഞു. പ്രശ്നം വഷളാവുകയാണെന്ന് വിക്ടറിന് തോന്നി. അവൾ ടെസ്സയാണെന്ന് തെളിയും. ടെസ്സയെ താൻ രക്ഷിക്കുകയായിരുന്നെന്ന് അറിയുമ്പോൾ സക്രിയ തൻ്റെ ജീവനെടുക്കും. വിക്ടർ വിയർക്കാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഇൻസ്പെക്ടർ അശോകൻ്റെ ഓഫീസിലെത്തി. അശോകന് ബൽറാമിനെ മുമ്പ് കണ്ട ഭാവമുണ്ടായില്ല. നിങ്ങൾ ടെസ്സ എന്ന മലയാളി യുവതിയെയാണ് അന്വേഷിക്കുന്നത് അല്ലേ? ഇൻസ്പെക്ടർ അശോകൻ അവരെ 3 പേരെയും പരിചയപ്പെട്ടതിന് ശേഷം ചോദിച്ചു.
അതെ, സക്രിയ പറഞ്ഞു. അവളെ എന്നാണ് കാണാതായത്? 1 വർഷം മുമ്പാണ്. 1 വർഷം മുമ്പ് ഒരു അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി നദിയിൽ നിന്ന് കിട്ടി. 25 വയസ്സോളം പ്രായമുള്ള പെൺകുട്ടിയുടേത്, അശോകൻ പറഞ്ഞു. ഒരാഴ്ച പഴക്കമുള്ള ഡെഡ് ബോഡിയായിരുന്നു. ദ്രവിച്ച ഒരു ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഭാഗങ്ങളും കിട്ടി. ടെസ എന്ന് മാത്രം കഷ്ടിച്ചു വായിക്കാമായിരുന്നു. ഇതാണ് ആ ബോഡി. പനാജി പോലീസിൻ്റെ ഫയലിൽ നിന്ന് അഴുകി വികൃതമായ ഒരു ഫോട്ടോ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു. സക്രിയയും ബൽറാമും വിക്ടറും ആ ചിത്രത്തിലേക്ക് പകച്ചു നോക്കി. അഴുകി വികൃതമായിരിക്കുന്നു. മുടിയില്ലാത്ത ശിരസും പല്ലുകളും അസ്ഥികളും. അവർ പരസ്പരം നോക്കി. ബൽറാം അന്ന് വന്നതിന് ശേഷം ഞാനിത് കണ്ടുപിടിക്കുകയായിരുന്നു, ഇൻസ്പെക്ടർ അശോകൻ പറഞ്ഞു. ഇതൊരു കൊലപാതകമാണ്. നിങ്ങളിൽ ആരാണ് ടെസയെ ഗോവയിൽ കൊണ്ടുവന്ന് കൊന്നത്? ആരും പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ് ഇൻസ്പെക്ടർ അശോകൻ ചോദിച്ചത്. 3 പേരും വിളറുന്നത് അയാൾ കണ്ടു. ടെസയെ കണ്ടുപിടിക്കാൻ വന്നവർ അവളെ കൊന്ന കേസിൽ പ്രതികളാകുന്നു. സക്രിയയും വിക്ടറും ബൽറാമും അശോകനെ മിഴിച്ചു നോക്കി. ഇത് ഞങ്ങൾ അന്വേഷിക്കുന്ന ടെസയല്ല, ഫോട്ടോയിലേക്ക് നോക്കി ബൽറാം പറഞ്ഞു. അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ആ ഫോട്ടോയിലെ എന്തെങ്കിലും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തോ? കഴുകൻ കണ്ണുകളോടെ അവരെ നോക്കി അശോകൻ ചോദിച്ചു. ഞങ്ങൾ അന്വേഷിക്കുന്ന കുട്ടി കാസിനോ ടൈറ്റനിലുണ്ട്. ബൽറാം തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനീഷ ചൗധരിയാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിത് പറഞ്ഞായിരുന്നു. അതെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അശോകൻ വിക്ടറെയും സക്രിയയെയും നോക്കി. വിക്ടർ മിണ്ടിയില്ല. അത് ടെസയാണെന്ന് സമ്മതിച്ചാൽ സക്രിയ കൊല്ലും തന്നെ. വ്യത്യസ്ത ഭാഷയും വേഷവും സ്റ്റൈലുമുള്ള ചൂതുകളിക്കാരി ടെസയാണെന്ന് സക്രിയയ്ക്കും ഉറപ്പില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ ടെസ തോമസ് മിസ്സായത് 1 വർഷം മുമ്പല്ലേ? അശോകൻ ചോദിച്ചു. അതെ, സക്രിയ ശിരസിളക്കി. മനീഷ ചൗധരി 2 വർഷം മുമ്പ് തൊട്ടേ ആ കാസിനോയിലുണ്ട്. വിക്ടർ സക്രിയയെ നോക്കി. രഞ്ജൻ ചൗധരിയുടെ മകളാണവൾ. രഞ്ജൻ ചൗധരി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആരാ? വിക്ടർ ചോദിച്ചു. കാസിനോ ടൈറ്റൻ്റെ മെയിൻ പാർട്ട്ണർ, മൾട്ടി മില്യണയർ. സക്രിയ ബൽറാമിനെ നോക്കി. അവളെ തൊട്ടതിന് ചൗധരിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി അയാളത് ചെയ്യുമോ? അശോകൻ ചോദിച്ചു. അപ്പോൾ ബൽറാമിൻ്റെ അടിക്കിട്ടിയ കവിളിലൊരു തരിപ്പുണ്ടായി. നിങ്ങളുടെ ടെസ കഴിഞ്ഞ വർഷം തന്നെ കൊല്ലപ്പെട്ടു. അവളുടെ ഫോട്ടോയാണിത്. ബൽറാം അശോകനെ നോക്കി. ആ തലയോട്ടിയിൽ വെടിയേറ്റ പാടുണ്ടായിരുന്നോ? അശോകൻ അയാളെ തറപ്പിച്ചു നോക്കി. ടെസയെ വെടിവെച്ചു കൊന്നുവെന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് അയാൾ അബദ്ധം ചോദിച്ചതെന്ന് വിക്ടറിന് മനസ്സിലായി. അശോകൻ്റെ കഴുകും കണ്ണുകൾ മൂവരെയും നിരീക്ഷിച്ചു. വെടിയുണ്ട നുളഞ്ഞു കയറിയ പാടുണ്ടെന്ന് പറഞ്ഞാൽ അത് ടെസയാണെന്ന് ബൽറാമും സക്രിയയും വിശ്വസിക്കും. വെടിയേറ്റ് പാടില്ലെങ്കിൽ അത് ടെസയില്ലെന്നും താൻ പറഞ്ഞ കള്ളം ഇപ്പോൾ പൊളിയുമെന്നും സക്രിയ തൻ്റെ ജീവൻ്റെ മേൽ കൈവയ്ക്കുമെന്നും വിക്ടർ നടുക്കത്തോടെ ഓർത്തു. ഇൻസ്പെക്ടർ അശോകൻ പക്ഷേ മറു ചോദ്യമാണ് ചോദിച്ചത്. തലയ്ക്ക് വെടിവെച്ചാണോ ടെസയെ കൊന്നത്? പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം അവരെ അമ്പരപ്പിച്ചു കളഞ്ഞു. തങ്ങൾ ഗോവയിലെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമോയെന്ന് വിക്ടറിന് സംശയമായി. സാർ, ഞാൻ കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറാണ്. ഞങ്ങളോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്, ബൽറാം പറഞ്ഞു. നിങ്ങൾ ഒരാഴ്ച മുമ്പ് എന്നെ വന്ന് കണ്ടിട്ട് പോയ ശേഷം ഞാൻ അന്വേഷിച്ചു. ഞങ്ങളുടെ ക്രൈം റെക്കോർഡുകളിൽ നിന്നാണ് ഇവളെ കണ്ടെത്തുന്നത്. നനഞ്ഞു ദ്രവിച്ച ID കാർഡിൽ ടെസ എന്ന് വായിക്കാമായിരുന്നു, അശോകൻ പറഞ്ഞു. തലയോട്ടിയിൽ വെടിയേറ്റ പാടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ദാറ്റ് മീൻസ് ടെസയെ വെടിവെച്ച് കൊന്നതാണെന്ന് നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ആ കൊല നടന്നത്. നോ, ബൽറാം പെട്ടെന്ന് പറഞ്ഞു. എത്ര ബുദ്ധിമാനായ കുറ്റവാളിയും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും താൻ പിടിക്കപ്പെടുമോ എന്നും അയാൾക്ക് സംശയമുണ്ടാകും. ആ സംശയമാണ് ബൽറാമിനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചത്. എന്തു മറുപടി പറയണമെന്നറിയാത്ത അവസ്ഥയിലായി ബൽറാം. സക്രിയയുടെ ഫോണിലേക്ക് 4-5 കോളുകൾ വന്നു. അയാൾ കട്ട് ചെയ്തിട്ടും കോൾ വന്നുകൊണ്ടിരുന്നു. സാർ, ഒരു അർജൻറ്റ് കോളാണ്, അറ്റൻഡ് ചെയ്തോട്ടെ? സക്രിയ അശോകനെ നോക്കി. അയാൾ അനുവദിച്ചപ്പോൾ സക്രിയ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തെ മാവിത്തണലിൽ നിന്നു. കറിയാച്ചാ, നിങ്ങൾ ഗോവയ്ക്ക് പോയിട്ട് വിവരമൊന്നുമില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു? അത്രയ്ക്ക് തിരക്കാണോ? സക്രിയയുടെ സുഹൃത്തും കോട്ടയം MP-യുമായ പോൾ ചാണ്ടിയാണ് മറുവശത്ത്. പോളെ, പനാജി പോലീസ് ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ്. കാര്യമെന്താ? എന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? സക്രിയ സംഭവിച്ചതെല്ലാം പറഞ്ഞു. വിൻസെൻ്റ് മിറാൻഡയല്ലേ ഗോവയിലെ CM? പോൾ ചോദിച്ചു. അതെ, കമ്മീഷണർ പ്രണാബ് ഗവാക്കറാണ്. ആ ഇൻസ്പെക്ടറുടെ പേരെന്താണെന്നാ പറഞ്ഞേ? അശോകൻ. അയാൾ ഞങ്ങളെ പ്രതിയാക്കാനാണ് ശ്രമിക്കുന്നത്. പോൾ വിളിച്ചത് ഭാഗ്യമായി. എനിക്ക് അയാളുടെ മുന്നിലിരുന്ന് ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. കറിയാച്ചൻ പേടിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇറക്കാം. CMൻ്റെ മകൻ ജോൺ മിറാൻഡ എൻ്റെ സുഹൃത്താണ്. കൊച്ചിയിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ കൂടാറുണ്ട്. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഫോണിൽ കിട്ടാൻ വലിയ പ്രയാസമാണ്. ബാക്കി കാര്യം അപ്പോൾ നോക്കാം. താങ്ക് യു പോളെ, പിന്നെ വിളിക്കാം. സക്രിയ ഫോൺ ഓഫ് ചെയ്ത് അശോകൻ്റെ മുന്നിൽ ചെന്നിരുന്നു. ടെസയുടെ പേരൻസ് അവളെ അന്വേഷിച്ച് വരാതിരുന്നതെന്താ? അശോകൻ ചോദിച്ചു. അവളുടെ പപ്പ തോമസ് മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ, സക്രിയ പറഞ്ഞു. ടെസയുടെ മമ്മിയോ? അവരിപ്പോഴും വിധവയാണോ? അല്ല. നിങ്ങൾ അവരെ വിവാഹം കഴിച്ചു അല്ലേ? സക്രിയ ഞെട്ടിപ്പോയി. ഒപ്പം കൂട്ടാളികളും. കാസിനോയിൽ വെച്ച് ബൽറാം നിങ്ങളെപ്പറ്റി പറഞ്ഞത് ഗ്രേറ്റ് പ്ലാന്റർ ഫ്രം കേരള എന്നല്ലേ? ഒരു പ്ലാന്ററുടെ അരിസ്റ്റോക്രാറ്റി നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. താനൊരു
അശോകൻ പൂർത്തിയാക്കിയില്ല. സക്രിയയുടെ ശിരസ് കുനിഞ്ഞുപോയി. പ്ലാന്റർ തോമസ് കേരളത്തിൽ കൊല്ലപ്പെടുന്നു. മകൾ ഗോവയിൽ വെടിയേറ്റ് മരിക്കുന്നു. കൊലയാളിയെ പ്ലാന്ററുടെ ഭാര്യ വിവാഹം കഴിക്കുന്നു. ത്രില്ലർ കഥ തന്നെ. ഒന്ന് നിർത്തി അശോകൻ തുടർന്നു. ശത്രുവിൻ്റെ തലയർത്തിട്ട് വിജയിച്ചു പോയ അംഗച്ചേകവർ ഒരിക്കലും ആ അങ്കത്തട്ടിലേക്ക് തിരിച്ചു വരില്ല. അത് അപകടമുണ്ടാക്കും. അതാ നിങ്ങൾക്കും സംഭവിച്ചത്. ടെസയെ കൊന്നിട്ട് ഗോവ വിട്ട നിങ്ങൾ തിരിച്ച് അവളെ അന്വേഷിച്ചു വരരുതായിരുന്നു. നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു. ഇനി ഉടനെയൊന്നും ഗോവ വിട്ടു പോകില്ല. അവർ ശ്വാസം നിലച്ച പോലെ ഇരുന്നു. കൊലപാതകം, നാടുകടത്തൽ, തെളിവ് നശിപ്പിക്കൽ, സ്ത്രീപീഡനം, ഗൂഢാലോചന. വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ബൽറാമിന് അറിയാമല്ലോ അല്ലേ? അശോകൻ ചോദിച്ചു. ബൽറാമിന് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് അശോകൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ഡിസ്പ്ലേയിലെ പേര് കണ്ടയുടനെ അയാൾ എടുത്തു. സാർ. അവരെ നോക്കാതെ അയാൾ പുറത്തേക്ക് പോയി. അത് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള വിളിയാ, സക്രിയ പറഞ്ഞു. ഇയാളുടെ മണ്ടൻ ചോദ്യങ്ങളാണ് കുഴപ്പത്തിലാക്കിയത്. വിക്ടർ ബൽറാമിനോട് ദേഷ്യപ്പെട്ടു. ടെസ മരിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചോ? ഇപ്പോൾ നമ്മൾ പ്രതികളായി. എന്നെ പോലീസ് പിടിച്ച് ഇടിച്ചാൽ ഞാൻ സത്യം പറയും. വിക്ടർ അവരുടെ മുന്നിൽ സത്യസന്ധനാവാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ടെസയുടെ തലയോട്ടിയിൽ വെടിയേറ്റ പാടുണ്ടോ എന്ന് വിവരമുള്ള ഏതെങ്കിലും പോലീസുകാരൻ ചോദിക്കുമോ? അതിൽ പിടിച്ചല്ലേ അശോകൻ കയറിയത്? അത് ശരിയാ. സക്രിയ ബൽറാമിനെ നോക്കി. മിണ്ടല്ലേ. അയാൾ വോയിസ് റെക്കോർഡർ ഓൺ ചെയ്തു വെച്ചിട്ടായിരിക്കും പോയിരിക്കുന്നത്, ബൽറാം പറഞ്ഞു. സക്രിയയും വിക്ടറും നിശബ്ദരായി. കമ്മീഷണർ പ്രണാബ് ഗാവക്കറാണ് അശോകനെ വിളിച്ചത്. കാസിനിയുടെ മാനേജർ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടാണ് സാർ അവരെ വിളിപ്പിച്ചത്. അതിന് കേസൊന്നും വേണ്ട. അന്യനാട്ടിൽ നിന്ന് വന്നവരെ നമ്മൾ ഉപദ്രവിക്കരുത്. അവരവിടെ കാസിനോയിൽ കൊടുക്കുന്നത് ഫ്രീ മദ്യമല്ലേ? പിന്നെ ചൂതാട്ടവും. അല്ലാതെ പ്രാർത്ഥിക്കാനുള്ള ക്ഷേത്രവും പള്ളിയൊന്നുമല്ലല്ലോ അത്. അപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാവും. സാർ, ഞാൻ അവരുടെ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ട്. അതിലൊരാൾ കേരള പോലീസിലെ ഒരു ഓഫീസറാണ്. വിശദമായ ഒരു റിപ്പോർട്ട് സാറിന് തരാം, അശോകൻ പറഞ്ഞു. അവർ ജോൺ മിറാൻഡയുടെ ഫ്രണ്ട്സാ. അവരെ ഉപദ്രവിക്കാതെ വിട്ടേക്കണം. ശരി സാർ. അശോകൻ ഓഫീസ് മുറിയിലേക്ക് തിരിച്ചു ചെന്ന് കസേരയിലിരുന്ന് അവരെ നോക്കി. ഇപ്പോൾ ആ പ്ലാന്റേഷൻ്റെ മുഴുവൻ ഉടമയാണ് സക്രിയ അല്ലേ? അശോകൻ അയാളെ നോക്കി. ടെസയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിയിക്കാൻ കൂടെയുള്ള ഈ 2 പേർ ധാരാളമാണ് എനിക്ക് അറിയാമോ? സാർ, ഇത് നിങ്ങളുണ്ടാക്കി പറയുന്ന കഥയാണ്, സക്രിയ പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെക്കാൾ വലിയ ഉദ്യോഗസ്ഥരെ എനിക്ക് ഗോവയിൽ അറിയാം. ഈ ആത്മവിശ്വാസം നല്ലതാണ്. കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നതല്ലേ? എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻസ്പെക്ടർ അശോകൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവരും എഴുന്നേറ്റു. ഇപ്പോൾ പോയിക്കോ. പക്ഷേ പനാജി വിട്ടു പോകുമ്പോൾ എന്നെ അറിയിക്കണം, ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു. വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ചതുപോലെയായി ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ വിക്ടർ പറഞ്ഞു. പക്ഷേ ആ ഇൻസ്പെക്ടർ നമ്മളെ വിളിപ്പിച്ചത് കാസിനോയുടെ പരാതിയിലാണ്. ബൽറാമിന് സംശയം പുകഞ്ഞു. എന്നാൽ സംസാരിച്ചത് മരിച്ച ടെസയെ പറ്റിയും. അയാൾ മോശക്കാരനൊന്നുമല്ല. അട്ടയുടെ കണ്ണു കണ്ടവനാ, സക്രിയ പറഞ്ഞു. നമ്മുടെ ഓരോ നീക്കവും അറിയാൻ പുറകെ ഒരു പോലീസുകാരൻ കാണും. അശോകൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിശ്വസിക്കേണ്ട. ടെസ കൊലക്കേസിൽ അയാൾക്ക് നമ്മളെ പ്രതികളാക്കാൻ എളുപ്പമാണ്. ഒരു കൈസർ ബ്രാൻഡി എടുത്ത് സക്രിയ ഗ്ലാസുകളിൽ പകർന്നു. കാസിനോയിലെ ആ പെണ്ണുണ്ടല്ലോ മനീഷ, അവളെ കാണുമ്പോൾ ടെസയാണെന്ന തോന്നലാണ് എനിക്ക്. 2 പെഗ് കഴിച്ചിട്ട് സക്രിയ പറഞ്ഞു. ഹോട്ടൽ ഗാർഡനിൽ ലൈറ്റ് തെളിഞ്ഞു. ടെസയുടെ രൂപത്തിൽ ഒരാൾ ജീവിച്ചിരിക്കേണ്ട. അവളെ കൊന്നുകളയണം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാം, സക്രിയ ഇരുവരോടും പറഞ്ഞു. ബൽറാമും വിക്ടറും മറുപടിയൊന്നും പറഞ്ഞില്ല. വിക്ടറിനെ അവളെ കൊല്ലാമോ? പിറ്റേന്ന് രാവിലെ സക്രിയ ചോദിച്ചു. ഇതിൽ നിന്ന് തനിക്ക് ഒഴിഞ്ഞുമാറാൻ പറ്റില്ലെന്ന് വിക്ടറിന് തോന്നി. തനിക്ക് നിലനിൽക്കണമെങ്കിൽ അവളെ ഇല്ലാതാക്കണം. ടെസ മരിച്ചില്ലെന്നറിഞ്ഞാൽ സക്രിയയും ബൽറാമും തന്നെ കഷ്ണങ്ങളാക്കും. വിക്ടർ മറുപടി പറയുന്നതിന് മുമ്പ് സക്രിയയുടെ ഫോൺ ശബ്ദിച്ചു. മിണ്ടരുത്. പോള. അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ പോളേ. കറിയാച്ചാ, അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? ഇന്നലെ തിരക്കായി പോയി. ഇറങ്ങി. പോളിനെ ഞാൻ വിളിച്ചിരുന്നു, കോൾ കിട്ടിയില്ല. ആ ഇൻസ്പെക്ടർ ദേഹത്ത് തൊട്ടില്ലല്ലോ അല്ലേ? ഇല്ല, തൊടൂല. തൊട്ടാൽ അവൻ വിവരമറിയും. CMൻ്റെ മകൻ ജോൺ മിറാൻഡയാ ഇടപെട്ടിരിക്കുന്നത്. താങ്ക് പോളെ. ജോൺ മിറാൻഡ ഹോട്ടൽ മണ്ടോവിയിൽ വന്ന് നിങ്ങളെ കാണും. അവൻ വന്നാൽ ഉത്സവമാ. പോൾ ചാണ്ടി ചിരിച്ചു. 11 മണിക്ക് ഡോർബെൽ ശബ്ദിച്ചു. സക്രിയയാണ് വാതിൽ തുറന്നത്. കോട്ടും സ്യൂട്ടും ധരിച്ച ജോൺ മിറാൻഡ മുന്നോട്ട് വന്നു. മുടി പിന്നോട്ടൊതുക്കി സ്പെക്സ് മുഖത്ത് നിന്നെടുത്ത് അയാൾ സക്രിയയുടെ കൈ പിടിച്ചു. ഐ ആം ജോൺ മിറാൻഡ. ഞാൻ സക്രിയ. ഐനോ. അത് ബൽറാം. ഇത് വിക്ടർ. എല്ലാവരുടെയും ഫോട്ടോ എനിക്ക് പോൾ അയച്ചു തന്നിരുന്നു. ജോൺ എക്സിക്യൂട്ടീവിനെ തിരിഞ്ഞു നോക്കി. അയാൾ ഒരു ബോക്സ് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് തുറന്നു. ഒരു മക്കാലം വിസ്കി എടുത്ത് വെച്ചു. വിത്ത് മൈ പ്ലഷർ. ജോൺ മിറാൻഡ കുപ്പിയെടുത്ത് തുറന്നു. സക്രിയ ചായ, ഗ്ലാസ് എടുക്ക്. വിക്ടർ അമ്പരപ്പോടെ നോക്കി നിന്നു. ഗോവയിലെ പുലിയാണ് മദ്യം വിളമ്പുന്നത്. 2 പെഗ് വീതം അകത്താക്കി കഴിഞ്ഞ് ജോൺ മിറാൻഡ ചോദിച്ചു. അച്ചായൻ ആരന്വേഷിച്ചാ എൻ്റെ നാട്ടിൽ വന്നത്? മക്കാലം വിസ്കിയുടെ ടേസ്റ്റിൽ ലയിച്ചു നിന്ന സക്രിയ ബാഗിൽ നിന്ന് ടെസയുടെ ഫോട്ടോ എടുത്ത് നീട്ടി. ജോൺ അതിൽ തൊടാതെ ശിരസ് തിരിച്ചു നിവർത്തിയും നോക്കി. ഇത് കാസിനോ ടൈറ്റനിലെ കളിക്കാരിയല്ലേ മനീഷ? ജോണി ആരാഞ്ഞു. ഇത് ചൗധരിയുടെ മകളാണെന്നാണല്ലോ ഇൻസ്പെക്ടർ അശോകൻ പറഞ്ഞത്, ബൽറാം അഭിപ്രായപ്പെട്ടു. അശോകൻ കള്ളൻ.
അവളുടെ ആളാ. ചൗധരിക്ക് അങ്ങനെ ഒരു മകളില്ല. സക്രിയയും ബൽറാമും വിക്ടറും ഞെട്ടി. സക്രിയ വിക്ടറെ നോക്കി. അവൾ മരിച്ചില്ലടാ? സക്രിയയുടെ ചോദ്യം വിക്ടറിനെ അടിമുടി വിറപ്പിച്ചു കളഞ്ഞു. അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. നാവ് ചലനമറ്റ ഇരുമ്പ് കഷ്ണം പോലെയായി. ടെസയെ കൊന്നെന്നല്ലേ നീ പറഞ്ഞത്? അതിനല്ലേ എന്നോട് പണം വാങ്ങിയത്? ചതിക്കുകയായിരുന്നോടാ നീ സക്രിയയെ? വിക്ടറിൻ്റെ നേരെ ചുവടുകൾ വെച്ചു സക്രിയ. ബൽറാം പരിഹാസത്തോടെ നോക്കി നിന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൾ ടെസയാണെന്ന്. ഇപ്പോൾ ജോൺ സാർ പറഞ്ഞത് കേട്ടില്ലേ, ചൗധരിക്ക് അങ്ങനെയൊരു മകളില്ലെന്ന്. ബൽറാം പറഞ്ഞതുകൂടി കേട്ടപ്പോൾ സക്രിയയുടെ കോപം ഇരട്ടിച്ചു. അയാൾ കയ്യിലിരുന്ന മദ്യം വിക്ടറിൻ്റെ മുഖത്തേക്കൊഴിച്ചു. അവൻ്റെ കണ്ണുകൾ നീറി. താനീ മുറിയിൽ വെച്ച് കൊല്ലപ്പെടുമെന്ന് വിക്ടറിന് ഉറപ്പായി. വാതിലടഞ്ഞ് ജോൺ മിറാൻഡയുടെ ആളുകൾ നിൽക്കുകയാണ്. അടുത്ത നിമിഷം സക്രിയയുടെ കൈ വിക്ടറിൻ്റെ കരണം പൊട്ടിച്ചു. അയാൾ പിന്നോട്ട് വേച്ചു വീണുപോയി. ജോൺ മിറാൻഡ സക്രിയയെ തടഞ്ഞു. ഹേയ്, നിങ്ങളെന്തിനാ ചൗധരിയുടെ മകളുടെ പേരിൽ ഇയാളെ കൊല്ലാൻ തുടങ്ങുന്നത്? മനീഷ ചൗധരിയുടെ മകളല്ലെന്ന് ഉറപ്പാണോ ജോണിന്? സക്രിയ ചോദിച്ചു. ജോൺ സക്രിയയുടെയും വിക്ടറുടെയും ഇടയിൽ നിന്നു. ചൗധരിയുടെ മകൻ ശിവയും അൽക്കയും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇവളെ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെപ്പോലൊരു കോടീശ്വരൻ മകളെ കാസിനോയിൽ കളിക്കാൻ വിടുമോ? വിക്ടർ ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. അത്യാവശ്യമാണെങ്കിൽ ഞാൻ അൽക്കയെ ഫോൺ വിളിച്ച് ചോദിക്കാം. അയാളുടെ മരുമകളാ. പക്ഷേ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഗോവയിൽ വന്ന ഒരു ചൂതാട്ടക്കാരിയെ അന്വേഷിക്കുന്നത് എന്തിനാ? സത്യം പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന ആശങ്ക സക്രിയയ്ക്കുണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മിസ്സായ കുട്ടിയെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത്, അയാൾ പറഞ്ഞു. ജോൺ തറയിൽ കിടന്ന ഫോട്ടോ എടുത്തു നോക്കി. ഇവൾ ഏതാണ്ട് മനീഷയെ പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇവളെ കൊല്ലാനായി വിക്ടറെ ഏൽപ്പിച്ചിരുന്നോ? ജോൺ ചോദിച്ചു. ഈ കേസിലാണോ ഇൻസ്പെക്ടർ അശോകൻ നിങ്ങളെ പ്രതിയാക്കിയത്? ജോണിന് വിവരങ്ങളെല്ലാം കൊടുത്താൽ ശരിയാവില്ലെന്ന് സക്രിയയ്ക്ക് തോന്നി. ആ പോക്ക് അപകടത്തിലേക്കാണെന്ന തോന്നൽ ബൽറാമിനുമുണ്ടായി. സക്രിയ പെട്ടെന്ന് വിഷയം ലഘൂകരിച്ചു. സോറി മിസ്റ്റർ ജോൺ മിറാൻഡ, ഞാൻ പെട്ടെന്ന് ക്ഷോഭിക്കുന്ന സ്വഭാവക്കാരനാണ്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. അയാൾ വേഗം 2 ഗ്ലാസുകളിൽ മക്കാലം വിസ്കി പകർന്ന് ഐസ് ക്യൂബുകൾ ഇട്ടു. ഒന്ന് ജോണിൻ്റെ കയ്യിൽ കൊടുത്തു. അത് വലിച്ചിട്ട് അയാൾ സക്രിയയുടെ ചുമലിൽ തട്ടി. അച്ചായ, ക്യാരി ഓൺ. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഗോവയിൽ വന്ന് കൊലപാതകം ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ജോണും അയാളുടെ ആളുകളും പോയി. ആ സംഭാഷണം അവസാനിച്ചതും അയാൾ പോയതും നന്നായെന്ന് സക്രിയ ആശ്വസിച്ചു. അപ്പോൾ ബൽറാമിന് ഒരു സംശയമുണ്ടായി. ജോൺ കൂടുതലൊന്നും ചോദിക്കാതെ പെട്ടെന്ന് പോയതിൽ എന്തോ കുഴപ്പമില്ലേ? എന്തു കുഴപ്പം? സക്രിയ ചോദിച്ചു. ടെസയുടെ ആ ഫോട്ടോ എവിടെ? ഫോട്ടോ അയാൾ പോക്കറ്റിലിട്ട് കൊണ്ടുപോയി. അടിയുടെ ആഘാതത്തിൽ നിന്ന് വിക്ടർ പറഞ്ഞു. അതൊരു കുഴപ്പമാണല്ലോ ബൽറാമേ. സക്രിയ ബൽറാമിനെ നോക്കി. അയാളുടെ നെറ്റി ചുളിഞ്ഞു. മനീഷ മകളല്ലെങ്കിൽ അവളെ തൊട്ടപ്പോൾ ചൗധരി നേരിട്ട് വന്ന് ബൽറാമിൻ്റെ കർണത്തടിക്കുമായിരുന്നോ? അയാളുടെ ഭാവത്തിൽ തന്നെയുണ്ടായിരുന്നു അച്ഛൻ്റെ സ്നേഹം. വിക്ടർ പറഞ്ഞു. രക്ഷപ്പെടാനുള്ള ഒരു പിടച്ചിലായിരുന്നു അത്. കാസിനോയുടെ ഉടമ അതിൽ ജോലി ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അതവരുടെ ബിസിനസ്സാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റിയൊന്നുമല്ല. വിക്ടറിൻ്റെ കർണം നീറിക്കൊണ്ടിരുന്നു. ടെസയെ കൊന്നില്ല, അവൾക്ക് ഒരു കാസിനെ വാങ്ങിക്കൊടുത്ത് രക്ഷപ്പെടുത്തിയെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ എന്നെ അങ്ങ് കൊന്നോ? തോക്കുണ്ടല്ലോ കയ്യിൽ. വിക്ടർ സക്രിയയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. സക്രിയ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അയാൾ ഒരു ഡ്രിങ്ക് പകർന്ന് വിക്ടറിന് നീട്ടി. കുടിക്ക്. എനിക്ക് വേണ്ട. കൊല്ലുന്നതിന് മുമ്പുള്ളതാണോ ഈ വെള്ളം? അയാൾ അത് തട്ടിക്കളഞ്ഞു. ബൽറാം മുന്നോട്ട് വന്നു. എടാ, ഇപ്പോൾ പ്രശ്നം മനീഷയാണ്. മുമ്പ് സക്രിയ പറഞ്ഞ പോലെ അവളെ അങ്ങ് തീർത്ത് കളഞ്ഞേര്. അപ്പോൾ ടെസ വേഷം മാറി വന്നതാണെങ്കിൽ പോലും അവൾ പിന്നെ ജീവനോടെയില്ലെന്ന് ഉറപ്പാകുമല്ലോ. സക്രിയയ്ക്ക് മനസ്സമാധാനം കിട്ടും. പ്രശ്നം അതോടെ തീരും. അതെ, അത് നീ ചെയ്യ്. പക്ഷേ അവളുടെ ശവം എനിക്ക് കാണണം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല, സക്രിയ പറഞ്ഞു. പണം എത്രയായാലും പ്രശ്നമില്ല. നീ നേരിട്ട് ചെന്ന് വെടിവെച്ച് കൊന്നാലും നിന്നെ ഞാൻ പുറത്തിറക്കും. ഒരു രോമം പോലും നഷ്ടപ്പെടാതെ. സക്രിയയുടെ വാക്കാ. സക്രിയ ചെന്ന് ബാഗ് തുറന്നു. അതിൽ നിന്ന് പിസ്റ്റൾ എടുത്ത് കൊണ്ടുവന്ന് വിക്ടറിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അടുത്തുനിന്ന് നെഞ്ചിലേക്ക് 2 പൊട്ടിച്ചാൽ മതി, അവൾ അവിടെ വീഴും, ബൽറാം പറഞ്ഞു. തനിക്ക് മറ്റു മാർഗമില്ലെന്ന് വിക്ടറിന് ഉറപ്പായി. അയാൾ ആ കനമുള്ള ലോഹത്തിൽ മുറുകെ പിടിച്ചു. അവളെ കൊല്ലാതെ ഇവന്മാർ സമ്മതിക്കില്ല. വിക്ടർ സക്രിയയെയും ബൽറാമിനെയും നോക്കി. നിങ്ങളെങ്ങനെ എന്നെ രക്ഷപ്പെടുത്തും? മനീഷയെ കൊന്നാൽ ഞാൻ കോടതിയിലൊന്നും എത്തൂല. അതിനു മുമ്പ് ചൗധരിയുടെ ആളുകൾ എന്നെ വെട്ടി തുണ്ടമാക്കും. കാസിനോയിൽ നിൽക്കുന്ന തടിമാരന്മാരെ കണ്ടില്ലേ? പറഞ്ഞതനുസരിക്കട പട്ടി, സക്രിയ അലറി. പിന്നെ എന്തെങ്കിലും പറയാൻ വിക്ടറിൻ്റെ നാവ് പൊന്തിയില്ല. ജീവൻ രക്ഷിക്കാൻ നിനക്കൊരവസരം കിട്ടിയതാണെന്ന് കരുതിക്കോ, ബൽറാം പറഞ്ഞു. മനീഷയെ നീ കൊന്നില്ലെങ്കിൽ അത് ടെസയാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കും. പിന്നെ സക്രിയ നിന്നെ കാച്ചും. അതുറപ്പാ, സക്രിയ തലകിളക്കി. അന്ന് മധ്യാഹ്നത്തിൽ ഹയാത്ത് ഹോട്ടലിലായിരുന്നു രാജീവ് മേനോനും മനീഷയും. മണ്ടോവി ഹോട്ടലിലാണ് അവർ താമസിക്കുന്നത്. ഡാഡിയുടെ ആളുകൾ അവരെ നിരീക്ഷിക്കുന്നുണ്ട്. ചൂടുകാപ്പി ഒരിറക്ക് കുടിച്ച ശേഷം മനീഷ പറഞ്ഞു. ഇന്ന് CMൻ്റെ മകൻ ജോൺ മിറാൻഡ അവരുടെ മുറിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു. സക്രിയ എന്നെ പിടികൂടാൻ വലിയ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. ഇൻസ്പെക്ടർ അശോകൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചത് ജോൺ മിറാൻഡയാണ്. അതിനു പിന്നിൽ പോൾ ചാണ്ടി എന്ന പാർലമെൻറ്റ് മെമ്പർ ഉണ്ടെന്നാണ് അറിഞ്ഞത്, രാജീവ് മേനോൻ പറഞ്ഞു. സക്രിയയുടെ കയ്യിൽ ടെസയുടെ സ്വത്ത് മുഴുവനും ഉണ്ടല്ലോ. എത്ര ചെലവാക്കാനും അയാൾ മടിക്കില്ല. പക്ഷേ അവന് ഞാനൊരു വല വിരിച്ചിട്ടുണ്ട്. ആ വല പിടിച്ചിരിക്കുന്നത് ഒരു IPS ചെകുത്താനാ. അതാര സാറേ?
നീ കണ്ടോ മനീഷ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്? എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ പ്രപഞ്ചത്തിൽ ഇന്ന് സംഭവിക്കുന്നതെല്ലാം മുമ്പ് സംഭവിച്ച ഒന്നിൻ്റെ ബാക്കിയോ തുടർച്ചയോ ആണ്. സാർ ചിലപ്പോൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ പപ്പയെ കൊന്നിട്ട് സ്വത്ത് സക്രിയ സ്വന്തമാക്കി. വിക്ടറിൻ്റെ കയ്യിൽ നിന്നെ കൊല്ലാൻ ഏൽപ്പിച്ചു. വിക്ടർ നിന്നെ ഗോവയിൽ കൊണ്ടുവന്ന് കാർലോസിന് വിറ്റു. അവിടെ നിന്ന് ചൗധരി നിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. അയാളുടെ ഭാര്യയെ നീ സുഖപ്പെടുത്തി. ചൗധരിയും ഭാര്യയും നിന്നെ മകളെപ്പോലെ സംരക്ഷിച്ചു. മേനോൻ കാപ്പി ഒരിറക്കു കുടിച്ച് ചുണ്ടുകൾ നനച്ചു. മരിച്ചുവെന്ന് കരുതിയ നിന്നെ ബൽറാം കാണുന്നു. അവർ തിരിച്ച് നിന്നെ കണ്ടുപിടിക്കാൻ വരുന്നു. ഇവിടെ എത്തുമ്പോൾ ഇൻസ്പെക്ടർ അശോകൻ അവളെ കൊലക്കേസ് പ്രതിയാക്കുന്നു. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് അവരെക്കാൾ സൂത്രക്കാരനായ ജോൺ മിറാൻഡയെയാണ്. അയാളിപ്പോൾ അശോകനെ വിളിച്ച് 1 വർഷം മുമ്പ് കൊല്ലപ്പെട്ട പെണ്ണിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചിരിക്കുകയാണ്. മനീഷ അമ്പരപ്പോടെ കേട്ടിരുന്നു. ഇതിനെയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു അദൃശ്യ ചരടിലെ മനീഷ മിണ്ടിയില്ല. രാജീവ് മേനോൻ കാപ്പി കുടിച്ചു തീർത്തു. വിക്ടറെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. കാസിനോയിൽ വെച്ച് നേരിൽ കണ്ടപ്പോൾ അയാളുടെ മുഖത്തെ നടുക്കം ഞാൻ കണ്ടതാണ്. എന്നെ കൊന്നില്ലെന്നുറപ്പായാൽ സക്രിയ അയാളെ പീസാക്കുമെന്നുറപ്പാ. മേനോൻ അവളെ നോക്കി ഇരുന്നു. മനീഷ തുടർന്നു. അവൻ എന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. എൻ്റെ ജീവൻ തിരിച്ചു തന്നപ്പോൾ അവൻ്റെ ജീവൻ പണയം വയ്ക്കുകയായിരുന്നു. ഒരിക്കലും നാട്ടിലേക്ക് വരരുതെന്നും സക്രിയയുടെ മുന്നിൽ പെടരുതെന്നും പറഞ്ഞിട്ടാ അവൻ എന്നെ കാർലോസിനെ ഏൽപ്പിച്ചത്. അയാളുടെ അധോലോകത്തിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ചൗധരി സാർ ദേവദൂതനെ പോലെ എൻ്റെ മുന്നിലെത്തി. മനീഷ ഒരു നിമിഷം നിർത്തി. സാർ പറഞ്ഞത് ശരിയാ. ഇതിനെല്ലാം ഒരു നിമിത്തമുണ്ട്. ഒന്നും അവസാനിക്കുന്നില്ല, മറ്റൊന്നിൻ്റെ തുടക്കമാണ്. മേനോനൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ സക്രിയ എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിക്ടർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നാ എൻ്റെ സംശയം. എനിക്ക് അയാളെ കാണണമെന്നുണ്ട് സാറേ. മനീഷയുടെ സ്വരം പതറി. അവൻ കൊല്ലപ്പെട്ടാൽ അത് എനിക്ക് വേണ്ടി രക്തസാക്ഷിയായതാണ്. നിന്റെ വികാരം എനിക്കറിയാം, മേനോൻ പറഞ്ഞു. നമുക്ക് വിക്ടറെ കാണാം. അയാൾ കരുണ കാണിച്ചതുകൊണ്ടാണല്ലോ എനിക്ക് മനീഷയെ കിട്ടിയത്. അവൻ്റെ ജീവൻ അപകടത്തിലാണെങ്കിൽ നമുക്കവനെ രക്ഷിക്കാം. മനീഷ ആശ്വാസത്തോടെ മേനോനെ നോക്കി. ഞാൻ വിക്ടറുമായി ഫോണിൽ ബന്ധപ്പെടാമെന്ന് നോക്കട്ടെ. കാസിനോ ടൈറ്റനിൽ അവർക്ക് എൻട്രി പാസ് കൊടുത്തപ്പോൾ ഐഡിയും ഫോൺ നമ്പറും തന്നിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ട്. മനീഷയുടെ ഫോണിൽ നിന്ന് വിളിക്കരുത്. ഇല്ല, വിളിച്ചു കിട്ടിയാൽ കാണാൻ മനുഷ്യയ്ക്ക് സൗകര്യപ്രദമായ സ്ഥലം പറയും. ഞാൻ കൂടി വരാം. സാറ് വരണ്ട. സാറിനെ അവൻ കാണണ്ട. മനീഷ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ ഡേവിഡിൻ്റെ കൂടെ വിടാം. മനീഷ എഴുന്നേറ്റു. ഹോട്ടലിന് വെളിയിൽ കാറിനടുത്ത് ഡേവിഡ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിലെ ബാൽക്കണിയിൽ തുടർന്നുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് തലപുകച്ച് നിൽക്കുകയായിരുന്നു വിക്ടർ. അകത്ത് ബെഡിലും സോഫയിലുമായി ബർമുഡ മാത്രം ധരിച്ച് 2 ശീമപ്പന്നികളെപ്പോലെ സക്രിയയും ബൽറാമും മയങ്ങിക്കിടക്കുന്നു. ടെസയെ കണ്ടുപിടിക്കണം. അവളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം. അതിനേക്കാൾ എളുപ്പം ഒരു വെടിയുണ്ട തൻ്റെ തലയ്ക്കകത്തേക്ക് പായിക്കുകയാണെന്ന് വിക്ടറിന് തോന്നി. പോക്കറ്റിൽ ഒരു വൈബ്രേഷൻ. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ആരോ ഫോൺ വിളിക്കുന്നു. മണ്ടോവി നദിയിലൂടെ പോകുന്ന മീൻ ബോട്ടുകളെ നോക്കി അയാൾ നിന്നു. പിന്നെ അറ്റൻഡ് ചെയ്തു. ഹലോ. അല്പം നിശബ്ദത. പിന്നെ സ്ത്രീസ്വരം. ആപ്പ് വിക്ടർ ഹേ? ഇതാരാ തന്നെ വിളിക്കുന്ന ഹിന്ദിക്കാരി? അതെ, യാ, ആം വിക്ടർ. ആരെങ്കിലും തൻ്റെ അടുത്തുണ്ടോ? ശുദ്ധ മലയാളം കേട്ട് അയാൾ അമ്പരന്നു. ആരാ? ടെസ തോമസ്. കാതിലേക്ക് വന്ന മരവിപ്പ് ദേഹമാസകലം പടർന്നു. അയ്യോ പെട്ടെന്ന് അയാൾ വായ്പൊത്തി. പേടിക്കേണ്ട, വിക്ടർ സേഫാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. മന്ത്രിക്കുന്നത് പോലെ അവളുടെ സ്വരം കാതിലെത്തി. തൊട്ടു പിന്നിലൊരനക്കം കേട്ട് വിക്ടർ തിരിഞ്ഞു നോക്കി. ബാൽക്കണിയിലേക്കുള്ള വാതിലിൽ പിടിച്ച് ഹിമക്കരടിയെപ്പോലെ നിൽക്കുന്നു ബൽറാം. കഥ തുടരും.